الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. എന്താ നമ്മളെ സംഭവം? ജാലൂത്തിനോട് പടപൊരുതണം. അവർക്കാണല്ലോ അമാലിക്ക എന്ന് പറയുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാവായി നിശ്ചയിച്ചത് താലൂത്തിനെ. ഒരു നബിയുടെ ദുആപ്രകാരം കിട്ടിയല്ലോ. അപ്പം അതാ വിഷയം. അപ്പം താലൂത്ത് കുറേ ആളുകളെ ശേഖരിച്ച് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فلما فصل طالوت അവர்கள் യാത്ര പുറപ്പെട്ടു. ശ്രദ്ധിക്കുന്നില്ലി. ബിൽ ജുനൂദുമായിട്ട്, അവരുടെ സൈന്യവുമായിട്ട്. അതാണ് ഫസലാക്ക് ഫലമ്മം ഫസല അൻ ബലദിഹി. ഇവർ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. മുസാഹിബൻ ലഹും, അതാ മുസാഹിബിൻ്റെ ബിൽ ജുനൂദിൻ്റെ ബാധമാനയാണ് ബാക്ക്. അതായത് ഹിജായി അക്ഷരത്തിൽ പ്രത്യേക അർത്ഥമുള്ള അക്ഷരങ്ങളുണ്ട്, അർത്ഥമില്ലാത്ത അക്ഷരങ്ങളുണ്ട്. അതിനാണ് ഹറൂഫുൽ മആനി എന്ന് പറയുന്നത്, അർത്ഥമുള്ളത്. അതിൽപ്പെട്ടാണ് ബാ, മിന്ന്, അല, ഫീ, അങ്ങനെ പല അക്ഷരങ്ങളുണ്ട്. ബാക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ബിൽ ബസ്തായിൻ ബാ അദ്ദി, ഇസ്തിഹാനത്തുണ്ട്, മുസാഹബത്തുണ്ട്, ആലാത്തുണ്ട്, അങ്ങനെ പല മനയുണ്ട്. ഇവിടെ എന്താക്കി ബിൽ ജുനൂദിന് മുസാഹിബൻ ലഹും എന്നായി, ജുനൂദുമായി ബന്ധപ്പെട്ട് സ്വബത്ത് കെട്ടിയിട്ട്. എന്തിനാ പുറപ്പെട്ടത്? ഖിതാലുൽ അമാലിക. അമാലിക ഏതാണ്? ജാലൂത്തിൻ്റെ ദുർഭരണം നടക്കുന്ന അക്ഷരം. വൽ ജുനൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ജംഉ ജുന്ദിൻ, ജുന്ദിൻ്റെ ബഹുവചനമാണ്. വഹുമുൽ ജയ്ഷുൽ അശിദ്ദ, നല്ല ധീരന്മാരായ ജയ്ഷിനാണ് എന്ത് പറയല്? ജുനൂദ്, ജുന്ദ്. റവിയ അന്നഹും ലമ്മാ റഅബു താബൂത്ത, താബൂത്ത് കണ്ടല്ലോ. കാരണം താലൂത്തിന് ഭരണം കിട്ടാനുള്ള തെളിവെന്താ പറഞ്ഞത്? താബൂത്ത് തിരിച്ചിട്ടലാണെന്ന്. അപ്പോൾ ലം യശുക്കു ഫിൻ നസർ, അപ്പോൾ അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള സഹായം കിട്ടുമെന്ന് ഇനി സംശയമില്ല, തെളിവ് കിട്ടി. ഫതസാറഉ ഇലൽ ജിഹാദിലേക്ക് എന്തായി? അവർ രംഗത്ത് വന്നു. ഫഖാല താലൂത്ത്, അവറുകൾ പറഞ്ഞു, ലാ യഖ്റുജു മഅി ശൈഖുൻ വലാ മരീദുൻ, എൻ്റെ കൂടെ പുറപ്പെടാൻ പാടില്ല. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ തരീഖത്ത് ഷെയ്ഖല്ല, ബാഷറിലാണ്. അതുപോലെ മരീദ്. എന്തുകൊണ്ട്? ഇവർ കുടുങ്ങിയാൽ എന്താക്കും? അവരെ ശ്രദ്ധിക്കണം. അപ്പം തന്നെ അവരുടെ ബലഹീനത എവിടെയും കുടുങ്ങിയെങ്കിൽ ഞാൻ വിചാരിച്ചാൽ സംഗതി നീങ്ങൂല. അതുപോലെ വലാ റജുലുൻ ബനാ ബിനാഅൻ ലം യഫ്റുഗ മിൻഹു, ഒരു വീടുണ്ടാക്കാൻ തുടങ്ങിയിട്ടൊരാൾ അതിൻ്റെ പണി പൂർത്തിയാക്കാത്ത ആളും വരണ്ട. കാരണം എൻ്റെ വീട് ഇതെങ്ങനെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് താമസം തുടങ്ങണേലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവില്ല. അപ്പം ചിന്ത അങ്ങോട്ടേക്ക് പോയാൽ ഇവിടെ സംഗതി മോശമായി. വലാ റജുലുൻ അലൈഹി ദൈനുൻ, കടമുള്ള ഒരാളും വരാൻ പാടില്ല. അപ്പം ഷഹീദായി കടമുടാൻ ആളുണ്ടാവില്ലല്ലോ. വലാ റജുലുൻ തസബ്ബജ ഇംറഅതൻ വലം യബ്നി ബിഹാ, അതുപോലെ ഒരു ഇമ്രാത്തിനെ വിവാഹം ചെയ്തിട്ട് വീട്ടിൽ കൂടാത്ത ആളും എന്ത് വേണ്ട? കൂടെ വരണ്ട. അപ്പം എന്ത് വേണം? വല അബത്തറി ഇല്ല ഷാബൻ നശീതൽ ഫാരിഖ, മൂന്ന് സിഫത്താണ്. ഒന്ന് ഷാബ്, അപ്പം അത് പോയി, ഷെയ്ഖ് എല്ലാം പോയി. നശീത്ത് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യവാൻ, ഇപ്പം മരീന്ന് പോയി. ഫാരിഖ് എന്ന് പറഞ്ഞാൽ മനസ്സ് വേറെ സ്ഥലത്ത് പോകാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ആളാണ് ഫാരിഖ്. അപ്പം ഇതാണ് തിരഞ്ഞെടുക്കുന്നത്. മൂപ്പർ തെരഞ്ഞെടുത്തതിൽ ഒരുമിച്ച് കൂടി സമാനൂനാൽപ്പൻ 80,000 ആളുണ്ട്, ധാരാളമില്ല. വകാനൽ വഖ്തു ശദീദൽ ഹർരി, സമയമാണെങ്കിൽ കഠിനമായ ചൂടുള്ള കാലം. വസലകു മഫാസതൻ, അവർ ഒരു ഒഴിഞ്ഞ ഭൂമിയിലാണ് പ്രവേശിച്ചത്, മരുഭൂമി. ഫശകൗ ഖില്ലത്തുൽ മായി, വെള്ളം ഇല്ല എന്നുണ്ടാക്കി പരാതി.
വസഅലൂ അൻ യുജ്രിയല്ലാഹു ലഹും നഹ്റൻ, അതുകൊണ്ട് എന്താകണം, ഒരു ജലാശയം വെള്ളം കിട്ടുന്ന അല്ലാഹു തആല അവർക്ക് ഒഴുക്കി കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഖാല, അപ്പൊ താലൂത്ത് പറഞ്ഞു അല്ലേ, ഐ താലൂത്തു ബിഇഖ്ബാരിൻ മിനൻ നബിയ്യി അശ്മബീൻ. താലൂത്ത് ഇപ്പം യോദ്ധാവായിട്ടാണുള്ളത്, അവർക്ക് നേതൃത്വമാരാണ്, നബിയാണല്ലോ. അപ്പൊ ആ നബിയുടെ ഇഖ്ബാർ പ്രകാരമാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്, താലൂത്ത്. ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, ഒരു നഹറിന് ആവശ്യമുണ്ട്. ഒരു നഹർ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും നിങ്ങളെ. നഹർ എന്ന് വെച്ചാൽ നദി, ഒരു ജലാശയം. അപ്പത്തേക്കും പരീക്ഷിക്കുക എന്ന് പറഞ്ഞാല് എന്തോ ഉള്ളറിയാൻ വേണ്ടിയില്ലേ, അപ്പൊ അള്ളാഹ്ക്കാരൊന്നും അറിയില്ലേ. അപ്പൊ ഇതെന്താക്കി മുബ്തലീകും മുതശാബിഹാണ് എന്ന് വന്നു. അതായത് അല്ലാഹു തആലക്ക് യോജിക്കാത്ത എന്തോ അർത്ഥം, ദുസ്സൂചന, ഒരു ദുരൂഹത ഉണ്ടാക്കുമ്പോൾ അത് മുതശാബിഹിൽപ്പെടും. ഇബ്തല എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇതെന്താ സാധനം അറിയണം, ആദ്യം അറിയില്ലെന്നല്ല, പല മുമ്പ് ജഹലും കിടക്കണമെന്ന് വരൂലേ. അപ്പൊ ഇവിടെ പറയുന്നത് ഐ മുആമിലുക്കും മുആമലത്തൽ മുഖ്തബിരീൻ, പരീക്ഷണം നടത്തുന്നവരുടെ പെരുമാറ്റം. അള്ളാഹ് അറിയിച്ചല്ല. ഇപ്പൊ പരീക്ഷ നടക്കുന്ന എന്താന്ന്, ഈ ചോദ്യകർത്താവിന് ഉത്തരം കിട്ടാത്തോണ്ടോ? അപ്പൊ അത് ഒരു മുആമലയാണ്. അപ്പൊ മുആമിലുക്കും എന്ന് കൊടുത്തതിനാണ് മുബ്തലീക്ക് മദന തൽബീര് കൊടുത്തതാണ്. മുതശാബീൻ എന്താക്കണം, തൽബീര് കൊടുക്കണം. എന്തിനാ, താലൂത്തിനെ തിരിയണം. മൻകാന മുഖ്ലിസൻ ഫീ നിയ്യതിഹി, നിയ്യത്തിൽ ആരാണോ ഇഖ്ലാസ് ഉള്ളവർ എന്ന് താലൂത്തിനെ മനസ്സിലാക്കണം. മിൻ ഗൈരിഹി, നിയ്യത്ത് മോശമായ ആളെയും വിട്ടിട്ട്. അതുകൊണ്ട് ലിഅന്ന മൻ ലാ യുരീദുൽ ഖിതാല, യുദ്ധം ഉദ്ദേശിക്കാതെ വന്നാലുണ്ടല്ലോ, ഇദാ ഖാലത അസ്കരൻ, ഒരു പട്ടാളത്തിൽ കുടുങ്ങിയാൽ പട്ടാളത്തിൽ മൊത്തത്തിൽ ബലഹീനത ബാധിക്കും, ആളല്ല ചോർച്ച വരും. കാരണം ഇവർക്ക് ഇതിനോട് താല്പര്യമില്ല. അപ്പൊ അവന്റെ ദോഷം കാരണത്താൽ എന്താകും, തൂറ്റുപോകും. അപ്പം ഈ പട പറഞ്ഞല്ലോ വെള്ളം, അതിനെന്താ പരീക്ഷണം, അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പട്ടണത്തിൽ പെടൂല, പുറത്തു പോകേണ്ടി വരും. മാഉൻ നിന്ന് കുടിച്ച്, അതെങ്ങനെ കുടിച്ച്, അടന്നിട്ട് ബായ് കൊണ്ടിങ്ങനെ പാത്രമൊന്നും ഇല്ലാണ്ട് കുടിക്കല്. കയ്യും കൂട്ടിയിട്ടില്ല. അപ്പൊ എന്തായി, സാധാരണ ഹൈവാനാത്ത് കുടിക്കും പോലെ കപ്പും കൂട്ടിയിട്ടില്ല, രണ്ട് കപ്പ് കൂട്ടും എങ്ങനെയല്ല, അപ്പൊ കപ്പുമില്ല. മുഅ്മിനീങ്ങളായ പട്ടാളത്തിൽ, അവർ മുഅ്മിനല്ല നട്ടത്തിനല്ല, പട്ടാളത്തിൽ ചേരാൻ അയോഗ്യരായി വരും. മനസ്സിലായില്ലേ? അതിൽ നിന്ന് ആരും ഒരു രുചി നോക്ക് പോലും ചെയ്തിട്ടില്ല നോക്കാം. അപ്പൊ എന്താക്കണം, ചൂടുണ്ട്, ദാഹമുണ്ട്, വെള്ളമുണ്ട്, അള്ളാന്റെ ഓർഡർ പ്രകാരം കുടിക്കാണ്ടിരിക്കണം. ഇവിടെ തഅമ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമാനം നമുക്ക് രുചി നോക്കലാണ്. സാധാരണ ഭക്ഷണം കഴിക്കലിനെ പറ്റി പറയും, വെള്ളം കുടിക്കല് പറയും. ഇവിടെ രുചി നോക്കലാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ചെറിയ കുടി പോലും. അതാണ് ഹുന എന്ന് പറഞ്ഞത്. മറ്റുണ്ടെങ്കിൽ എന്താകും, ഭക്ഷണം കഴിക്കലും പെട്ടിട്ട് അതാമന വസഖാന എന്ന് പറയുന്നില്ലേ. യുഖാലു തഅമ ശൈഅ ഇദാ ദാഖഹു, രുചി നോക്കിയാൽ എന്ത് പറയും, തഅമ എന്ന് പറയാറുണ്ട്. അത് മഅകൂലൻ ഔ മശ്റൂബൻ, തിന്നപ്പെടുന്ന വസ്തുവായാലും കുടിക്കപ്പെടുന്ന വസ്തുവായാലും രണ്ടിനും പറയും തഅമ. അപ്പം തീരെ രുചി നോക്കാത്ത ആള് ഫഇന്നഹു മിന്നി, അത് നമ്മളെ പട്ടാളത്തിലുണ്ടാവും, മിൻ അഹ്ലി ദീനി. അപ്പം എന്തായെന്നറിയോ, 3 സ്റ്റേജിൻ്റെ. ഒന്ന് ആരെങ്കിലും കുടിച്ച്, മറ്റൊന്ന് തീരെ രുചി നോക്ക് പോലും ചെയ്യാതെ വല്ലാത്ത മനക്കരുത്തിലും ക്ഷമയിലും കഴിഞ്ഞുകൂടിയാണ്. ഒരു റൊസ്റ്റ കൊടുക്കേണ്ടതാണ്. ഇല്ല മനിഖ്തറഫ ഖുർഫതൻ ബിയദിഹി, അത് റൊസ്റ്റന്റെ അഹ്ലികാരില്ല നോക്കറാ. ഇല്ല മനിഖ്തറഫ ഖുർഫതൻ ബിയദി, കൈ കൊണ്ട് ഒരു കോരൻ കോരിയവർ ഒഴിഞ്ഞു. അപ്പൊ തീരെ രുചി നോക്കാത്ത ആള്
റുഖ്സ മാത്രം എടുത്തിട്ട് അല്പം കുടിച്ചവര് മറ്റൊന്ന് നല്ലോണം കുടിച്ചവര് നല്ലോണം കുടിച്ചാണ് പുറത്തു പോകും. റുഖ്സ എടുത്താൽ എന്താക്കും, തൽക്കാലം ബീരുത്വം വന്നിട്ട് പേടിയായിട്ട് യുദ്ധം ചെയ്യണോ ചെയ്യണം തറന്നതാകും. അപ്പം ഹിമ്മത്തിന്റെ അഹലുകാരെ തിരി പിടിക്കത്തത് സംഗതി മനസ്സിലായില്ലേ? അൽ ഖുർഫത്തു എന്ന് പറഞ്ഞാൽ ബിദ്ദമ്മി, ഖുർഫത്ത് നമ്മോണ്ട് വായിക്കണം. ഇസ്മുൽ ലിൽ ഖദരിൽ ഹാസിലി ഫിൽ കഫി ബിൽ ഇഖ്തിറാബ്, കൈകൊണ്ട് കോരിയാൽ കിട്ടുന്ന ഒരു കതിരുണ്ടല്ലോ, അതാണ് ഖുർഫത്ത്. അപ്പൊ ഒരു 100 മില്ലി ഉണ്ടാകാം. അല്ല ആ ബീദിഹീനല്ലോ. വൽ ഖർഫ്, ഇത് ഖുർഫത്തല്ലേ? ഖർഫ് എന്ന് പറഞ്ഞാൽ കോരിയെടുക്കൽ. എന്തെങ്കിലും ആലത്ത് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം എടുക്കലാണ് ഇത് ഖർഫ്. അത് കൈകൊണ്ടായാലും മതി, കൈയൊരാലത്തിന്റെ സ്ഥാനത്തില്ല. അതെങ്ങനെ? കായ്യൽ കലീല, കുറച്ചെടുക്കുക, അതാ ഖുർഫത്ത് എടുക്കുന്നത്. എന്നിട്ടോ അതിൽ അല്ലാഹു തആല ബറക്കത്ത് ഇട്ടു. അപ്പൊ കുറഞ്ഞതായാലും മതി, എല്ലാത്തിനും വിശപ്പിൻ ദാഹത്തിനെല്ലാം മതിയാകും. അപ്പൊ ബറക്കത്ത് ഇറങ്ങിയാൽ ബിസ്മി ചൊല്ലലാണ് ബറക്കത്ത്. അപ്പൊ ചോറ് കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്ന എത്ര പേരുണ്ട് ഈ കാലത്ത്? ഒടിയെല്ലാം പിടിച്ചിട്ട് ബീച്ചിലെല്ലാം തുള്ളിച്ചാടിയിട്ട് പോകുന്നുണ്ടല്ലോ. അല്ല, ഒരു കൂട്ടം ആളുകൾ എടുത്താൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ എത്ര പേരാണ്? കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പ്രത്യേകം പറയുന്ന ആളാരാണ്? എന്താ ചൊല്ലിപ്പ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല, അത് ബിസ്മില്ലാഹി അങ്ങനെ പറഞ്ഞാലും മതി. അവിടെയുണ്ട് കക്കലി, ചോറി വെക്കുമ്പോൾ കക്കൂല, അത് ശേഷം കഴിക്കും. അപ്പൊ എന്ത് വേണ്ട, ഒരാൾക്ക് 10 പൊറോട്ട ഒന്നും ആവശ്യമില്ല. അബ്ദുൽമാരി ഉസ്താദ് 10 പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല എന്ന് വന്നു. ബിസ്മി ചൊല്ല, ഒരു പൊറോട്ട 3 കടുത്ത പ്ലേറ്റ് വെച്ചു. മറാജി കണ്ടല്ലേ ഇവിടുന്നാണ് 3 ആള് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. നമ്മളെന്താക്കി 3 ആൾ കണക്കാക്കി. മണി 11 രാത്രി, നോക്കാം 11 ആളുണ്ടാവും. അപ്പൊ ഉമ്മറാജി ശരീരം ദേഷ്യം പിടിച്ചു. അവർ ലൈഫിനോട് ദേഷ്യം പിടിക്കാൻ പാടില്ല. എല്ലാം മൂപ്പർ സാഹചര്യം. നമ്മളെ വണ്ടിയിൽ 3 ആളുണ്ടെന്ന വാക്കിന്റെ അർത്ഥം ബേക്കിലെ വണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഇവിടെ നിന്നൊക്കെ സാധനം വാങ്ങി ഒപ്പിക്കാൻ കഴിയുമോ? ഞാൻ ബിസ്മി ചൊല്ലുക, താമിന് കാഫി സലാസാന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആൾക്കുള്ള ഭക്ഷണം 3 ആൾക്കാണ് അല്ലേ? ഇസ്നൈനി 2 ആൾക്ക് കരുതി വെച്ച ഭക്ഷണം 3 ആൾക്ക് കാഫിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാഫി തന്നെയാണ്. അത് അല്ല എന്ന് പറഞ്ഞാൽ തങ്ങളെ കളവാക്കി തിന്നില്ലെങ്കിൽ എത്ര ഇതൊന്നും അത് വേറെ കാര്യം. പക്ഷേ അക്കീദയിൽ പറയേണ്ട കാര്യം പറയണല്ലോ. വിഷ്ണു കൊണ്ട് തോന്നുന്നു എന്നിട്ട് പരക്കാർക്ക് എല്ലാവർക്കും ബാക്കി തന്നെ. അതിനായിട്ട് കുറച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്താണ്, ബറക്കത്ത് വേണം. ബറക്കത്തിനുള്ള ഉപാധി എന്താ ഉള്ളൂ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. ചോറ് കാണുമ്പോൾ തന്നെ പാഞ്ഞാട് വീണ് ബിസ്മിയില്ല, അൽഹംദുലില്ലാഹി ഇല്ല, പേതിക്ക് ചാടി പണ്ടേ ചാടലുണ്ടെന്ന് പറഞ്ഞു. എന്തെല്ലാം ചൊട്ടിയായോ അങ്ങനെ ചാടിയിട്ട് ദാരിദ്ര്യം വരുമ്പോൾ ഗൾഫ് രാജ്യത്ത് ചാടിയിട്ട് വരണ്ടേ? ഭക്ഷണത്തിൽ കൊണ്ടുപോയി എന്താന്ന് ചാടിയിട്ട് കൊണ്ടുപോയി കുഴിച്ചിടുന്നുണ്ടല്ല, ഓർക്കുണ്ടല്ല മേനി കിട്ടിയിട്ട്. സുന്നത്തിനെതിരായിരിക്കേ തോന്നിയാസൊന്നും പറയുമ്പോൾ വേണ്ട. ഇതല്ല ശരി, യുദ്ധത്തിന്റെ അസ്ബാബാന്ന് അല്ലേ? പക്ഷേ തെറ്റിനെ ന്യായീകരിക്കുക. അതാ കൂടെയുള്ള എല്ലാവർക്കും അത് മതിയാകും, ഒരു തുള്ളി. അപ്പൊ ഇതെന്താ? ആ കാലഘട്ടത്തിലുള്ള നബിയുടെ മുഅ്ജിസത്തായിട്ടാണ് ഇവിടെ വരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. അതാ കമാ അന്നഹു തആല യർബിൽ ഖൽഖൽ കസീറ മിനൽ മാഇൽ ഖലീൽ, കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ധാരാളം ഖൽഖിന് ദാഹം തീർത്തത് ഫീ ജമനിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എത്രയോ കേട്ട് വമിനൽ യസീരി സഖാ, എത്ര കാലായി പാടിക്കും. വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു ഹത്ത കിതഫ വയസീറുഹു ലം യംഫദി. ആ കുറഞ്ഞത് തീർന്നിട്ടില്ല, അസലുണ്ട്.
അതിനല്ലേ പറഞ്ഞത് അത്അമൽ അൽഫ മിൻ സാഇൻ ഫകഫാഹു വൻസറഫു ശിബാഅൻ വത്തആമു കഹാലിഹി ഹീന ദഅ. അവർ ക്ഷണിക്കുന്ന അവസരത്തിൽ തആം എത്രയുണ്ടോ അതൊട്ട് ചുരുങ്ങിയിട്ടില്ല. അത് ബിസ്മി ചൊല്ല ആദത്തന്നെ. പക്ഷെ ബിസ്മി ചൊല്ലല്ല നിന്ന ഹർഫുല്ലാതെ. പിന്നെ പറയും ബിസ്മി തബ്ലീഗാന സ്വഭാവം ചെല്ലാൻ പാടില്ല. മാറ്റം വരണം. അപ്പോൾ ഓറ് തുണ കൊണ്ട് തന്നാൽ തുണ അയച്ചു നടക്കണം. അങ്ങനെ ഇപ്പോൾ ഉള്ളത്. നാളെ ഒരിക്കൽ പെരുന്നാൾക്ക് അത് ചവിടിക്കാൻ പോയിരുന്നു. അപ്പം വേറൊരു ഹോജാട വന്നിട്ടുണ്ട്. ഉസ്താദേ ഒരു പുതിയ മസാല കെട്ടണ അന്ന് പെരുന്നാളിൻ്റെ തക്ബീർ 7 തക്ബീർ ഉച്ചത്തിൽ ചെല്ലണമെന്ന് മൗലാർക്ക പറഞ്ഞ്. ഇങ്ങനെ മസാല പറഞ്ഞ ഏത് തക്ബീർ? ഒന്നാമത്തെ റക്അത്തിലുള്ള 7ഉം രണ്ടാമത്തെ റക്അത്തിലുള്ള 5ഉം എന്താകണം? ഇന്ത്യക്കാൽ ഉച്ചത്തിലാക്കൂല. അതുപോലെ മയ്യിത്ത് നിസ്കാരത്തിന് തക്ബീർ ഉച്ചത്തിലാക്കുക. ഇവിടെ പടക്കം പൊട്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഫത്വയിൽ എന്ന് പറഞ്ഞ് ഹാദാന്റെ മഹ്റൂം എന്താന്ന് ഈ പെരുന്നാക്ക് പറഞ്ഞ തക്ബീർ. അപ്പൊ ഏത് പുറത്തുപോയി? ഇന്ത്യക്കാലം പുറത്തുപോയി, മയ്യിത്ത് നിസ്കാരത്തിന്റെ തക്ബീറും പുറത്തുപോയി. അത് ജഹറില്ല. ഇമാമ് ജഹറാക്കും. ഇടക്കിടക്ക് ഒരു ഫിഖിഹിയത്ത് കേട്ടാലും നല്ലതാണ്. 7ഉം 5ഉം തക്ബീർ എന്താക്കണം? ജഹറാക്കണം. അപ്പൊ അയാൾ എളുപ്പപ്പെടുന്ന ആളാണ്. ഞാൻ പറഞ്ഞ മസാല അങ്ങനെ തന്നെയാണ്. നിന്നും കൂടി ആ പാർട്ടിയിലേക്ക് എത്ത് നിന്നും ഒഴിവാന്നുള്ള നമ്മൾ മനസ്സിലാക്കിയേ. പോന്നെ മനസ്സിലായ. അപ്പൊ ഈ ഫിഖ് പറഞ്ഞത് തബ്ലീഗായതുകൊണ്ടാന്ന് തോന്നുന്നു. എടാ ഒരു വാർത്ത കിട്ടണ എന്താ ഞങ്ങള് തബ്ലീഗോ? ഈ കാലം ദൂഷിച്ച് നാറേറ്റ് പണ്ടത്തെ പിണറായി പറഞ്ഞ മാസ്റ്റർ 3 നേരം ധരിച്ചിട്ട് പോകണം. ഇവിടെ കണ്ട മുഹമ്മദ് കാലത്ത് ആ മുഅ്ജിസത്ത് പോലത്തോലും മുഅ്ജിസത്താണ് ഇവിടെ കണ്ടത്. അപ്പൊ മറ്റേ ആദത്തനുസരിച്ച് 10 പൊറോട്ടി പഴ തേച്ച് കുടിക്കാൻ പറയും ചിലപ്പോൾ. അപ്പൊ ഫശരിബു മിന്നതിനെ മറ്റിന്റെ ബാക്കി അതാണ്. അപ്പൊ മല്ലം യത്അൻഹു 1 അത് അസീമത്തിന്റെ ഒരു കാര്യം. ഇല്ലാ മനിഖ്തലഫ ഉറുഫത്തൻ എന്ന് പറഞ്ഞ റുഖ്സന്റെ ഒരു കാര്യം. പിന്നെ അതിന് വിട്ട് കിടന്ന കൂട്ടറാണ് ഇത് ശരിബു. ഫശരിബു മിൻഹു അതാ ഐ ഫന്തഹു ഇലൻ നഹരി പുഴയിലേക്ക് അപരത്തി വബതുലൂ ബിഹി അതുകൊണ്ട് അവർ ബലാലാക്കപ്പെട്ടു. അവർക്ക് ക്ഷമ വന്നില്ല. മൃഗങ്ങൾ കുടിക്കാറുള്ളത് പോലെ എന്താക്കി മോന്തി കുടിച്ച് മൃഗം കുടിച്ചു. വലം ഉണ്ടല്ലോ അതുകൊണ്ട് തൃപ്തരായില്ല. പിന്നെ അപ്പം അല്ലം ഞെത്താൻ ഒട്ടുമാകൂലല്ലോ. ഇഖ്തിറാഫ് റുഖ്സ കൊടുത്തുകൊണ്ട് തന്നെ പറ്റപ്പെടാത്ത ആള് തീരെ കുടിക്കാൻ പാടില്ലെന്ന് ഒട്ടുമാകൂലല്ലോ. അതാണ്. പക്ഷെ എല്ലാവരും കുടിച്ചിട്ടില്ലേ? ഇല്ല ഖലീലൻ മിൻഹും. അതിൽ നിന്ന് കുറച്ച് പേര് ഒഴികെ. കുറച്ച് പേര് ഒഴിഞ്ഞു മാറി. അതാരാണ്? വഹും 313 റജുലൻ 313 ആളാണ്. അപ്പൊ ആദ്യത്തിന് 80,000-ൽ നിന്ന് 313 മല്ലം യത്അൻഹുൽ പെട്ടു. അല്ല അതത് അഹ്ലി ബദർ ബദരീങ്ങളുടെ എണ്ണം റളിയല്ലാഹു അൻഹും അത് ബദരീങ്ങളുടെ എണ്ണത്തിൽ ഒരു കോല് പ്രകാരം ഫഇന്നഹും യഗ്തറഫു ഫശരിബു ബില്ലഖഫി അവർ കോരി കുടിച്ചിട്ടുണ്ട്. അത് കൈയോട് കോരി കുടിച്ചിട്ടുണ്ട്. വഅമ്മല്ലദീന ഖാലഫു ഫശരിബു ഖർഅൻ നിയമത്തിനെതിരായി കൊണ്ട് പ്രവർത്തിച്ചവരെന്താക്കി? മോന്തി കുടിച്ചു. പശുക്കൾ കുടിക്കും പോലെ. ഫഅറഫ താലൂത്ത് അൽ മുവാഫിഖ മിനൽ മുഖാലിഫ് നമുക്ക് കൂട്ടാൻ പറ്റിയ ആളുണ്ട്, പറ്റാത്ത ആളുകളുണ്ട്. എന്താക്കി? താലൂത്തിനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ 80,000 ആണെങ്കിൽ 313 കണക്കാക്കണ്ടോ? അല്ല ഒട്ടാകെ 80,000 അതുണ്ട്. പൈനം എത്രപ്പോ അത് റുഖ്സ എടുക്കാലോ. അതാ ഫശരിബു ബില്ലഖഫി എന്ന് പറഞ്ഞില്ലേ?
ആ 2 ടീമും കൂടി അതുണ്ട്. അത് പറയും. അപ്പൊ മറ്റൊരു സമാധാനിപ്പിക്കുന്നുണ്ട്. സംഗതി കഴിഞ്ഞില്ലേ? ഇനി ثم إنه لا خلاف بين المفسرين رضي الله عنهم മുഫസ്സിരീങ്ങളുടെ ഇടയിൽ തർക്കമില്ലാത്ത വിഷയമാണ് വൃത്തികേട് കാട്ടിയ കൂട്ടരുണ്ടല്ലോ, അവർ നാട്ടിലേക്ക് മടങ്ങി, യുദ്ധത്തിന് പോയിട്ടില്ല. അപ്പം കൂടെ പോയാളിപ്പം ആകെ 113 മാത്രമേ. 50% കണക്കൂട്ടിയില്ലേ? ഇപ്പം 50,000 കണക്കൂട്ടിയാൽ ഏതാണ്ട് 1000 എനിക്കുണ്ടാക്കുക അല്ലേ? 0.4 എന്ന് പറഞ്ഞാൽ 1004, വെറും 4 എന്ന് പറഞ്ഞാൽ 100 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ മറിയല്ല. അപ്പൊ 1000 ആള് കൂടുമ്പോൾ 4 ആളെ കണക്കാക്കേണ്ടത് 996 പോകരിക്കും. അത് വോട്ട് ചെയ്യാൻ പറ്റും. അള്ളാഹു താല വിജയം ഇന്നലെ പറഞ്ഞ ചലന്തി വല ഓതിയും നമ്മൾ ഇന്നലെ ഓതിയത്. ചലന്തി വലക്ക് എന്താ അതിന് ഉറപ്പുള്ളത്? ഇങ്ങനെ തട്ടിപ്പോയി പൊളിഞ്ഞ തമ്പറില്ലേ? പക്ഷെ അല്ല ശക്തി പകർന്നാൽ അത് മതി എന്നല്ലേ ഇന്നലെ പഠിച്ചേ. പൊട്ട് فلما جاوزه هو والذين آمنوا معه فلما جاوزه ആ പുഴ കടന്നതിന് ശേഷം ഹൂവിന്റെ നമീരത്തേക്ക് പുഴയിലേക്ക്. അപ്പൊ പുഴ വിട്ടെടുത്തിട്ട് അക്കരെ എത്തണം. ഹൂവ എന്ന് പറഞ്ഞാൽ ആര്? താലൂത്തും വല്ലദീന ആമനൂ മഅഹു കൂടെ 313 സത്യവിശ്വാസികളും. ആ ഹുവ എന്തിനാ പറയുന്നത്? ജാവസ ഹൂവിന്റെ മുകളിൽ വല്ലദീന ആമനൂനെ അത്തപ്പാക്കണം അല്ലേ? ബഷീർ സാദേ മുസ്കുൻ അന്തവസൗജുക്കൽ ജന്ന എന്ന് പറഞ്ഞാൽ മുസ്കുലിന്റെ ഉള്ളിലുള്ള നമീരുണ്ട്. ആ നമീരെടുത്ത് പുറത്തു വെക്കണം, എന്നാലേ അത്തപ്പാക്കാൻ കഴിയും. അപ്പൊ ജാവസഹുവിന്റെ എന്താക്കി ഉള്ളിൽ ഒരു ഹുവ ഉണ്ടാവും. ആ ഹുവ എടുത്തിട്ട് പുറത്ത് വെച്ച്. നെഹമിന്റെ ഒരു നിയമം. അത് നെഹ് പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കും. ഇപ്പം തന്നെ കണ്ടം പഠിക്കാല്ല, നെഹ് കുറച്ച് പഠിക്കണം. അതിപ്പം തന്നെ ശരിയായി പ്രാക്ടിക്കലാന്നല്ലേ എന്ത് ചെയ്യും. വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വഹുമുൽ ഖലീലുല്ലദീന അത്വാഉഹു വലം യുഖാലിഫൂഹു. അവർ പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കാത്ത, അവർക്ക് വഴിപ്പെട്ടിരിക്കുന്ന കലീലായ ആള്. അപ്പൊ 2 പതിൽപ്പെട്ടിട്ടുണ്ട്. അതല്ലോ, ഒന്ന് തീരെ, മറ്റൊന്ന് മഅഹു എന്ന് പറഞ്ഞ മാതാലൂത്തിനോട് കാലു അവർ പറഞ്ഞു എന്നല്ലേ. ഇവിടെ കാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞല്ലേ. അപ്പൊ എല്ലാവരും പറഞ്ഞെന്നാണ് ലാഹിറുണ്ടാകില്ല. നോക്കറാ കൂടുതലുള്ള കുറച്ചാളാ പറഞ്ഞത്. അപ്പൊ കാലു എന്നുണ്ടായി ആമാണെങ്കിലും ലഭ്യമാന ഖാസായി എന്നർത്ഥം. അപ്പൊ സ്വന്തം തഫ്സീർ കൊടുത്താൽ കാലു എല്ലാവരും പറഞ്ഞെന്ന് അർത്ഥം കിട്ടും. അപ്പൊ ശേഷം വരുന്നതിന് ഇതിലെ ആരാണ്? മിനൽ മുഅ്മിനീനൽ ഖലീലീന, ഖലീലായ മുഅ്മിനീങ്ങള് പെട്ട ബഅദ് പറഞ്ഞ്. ഇത് ബഅദ് എന്ന് പറഞ്ഞാൽ രാത്രി പറയുന്ന ബഅദ് എന്ന് വിചാരിച്ചിട്ടുണ്ടേ. ലി ബഅദിൻ ആഖറ മിൻഹും, ആ കൂട്ടത്തിൽപ്പെട്ട ബഅദിനോട് പറഞ്ഞു. അപ്പൊ ഫൽ മുഅ്മിനൂനല്ലദീന ജാവസു നഹറ സാറു ഫരീഖൈൻ. അതാണ് പറഞ്ഞതാ. പുഴ വിട്ട് കടന്ന ആ മുഅ്മിനീങ്ങള് 2 ഫരീഖുണ്ട്. ഒന്ന് ഈ പറഞ്ഞോറും ഒന്ന് പറയുന്ന കേൾക്കുന്നതാണ് അസീമത്തിന്റെ. അതാ ഒന്ന് ഫരീഖൻ യുഹിബ്ബുൽ ഹയാത വയക്റഹുൽ മൗത, ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, മരിക്കരുത് എന്ന് വിചാരിക്കുന്നു. ഒരു അവർക്ക് ധൈര്യം കുറയും. വകാനൽ ഖൗഫു വൽ ജസഉ ഗാലിബൻ അലാ തബഇഹി, അവരുടെ പ്രകൃതിയിൽ ക്ഷമകേടും ഖൗഫും എന്താകും? ഗാലിബായിരിക്കും. രണ്ടാമത്തെ ഫരീഖ് കാന ശുജാഅൻ ഖവിയൽ ഖൽബി, നല്ല ധീരന്മാര്, നല്ല മനസ്സിന് ഉറപ്പുള്ള ആള്. ലാ യുബാലൂന ബിൽ മൗത്ത് ഫീ തആത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലയുടെ തആത്തിൽ മരിച്ചാലും തിരക്കേടില്ല, അതൊന്നൊരു പ്രശ്നമല്ല. ആര്? ഹുബൈബ് തങ്ങൾ പറഞ്ഞ പോലെ വലസ്തു ഉബാലിഹി വഖതല മുസ്ലിമാന്ന് പറഞ്ഞു. ആ മുസ്ലിമായി മരിക്കുമെങ്കിൽ ഒരു പ്രശ്നം നേരെ സ്വർഗത്തിലേക്ക്. അപ്പൊ വൽ ഖിസ്മുൽ അവ്വലു,
ഒന്നാമത്തെ കിസ്മ് ഏത്? ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും മൗത്തിനെ വെറുക്കുകയും ചെയ്ത് ആ പേടിയുള്ള ആളുകളാണ് ഈ പറഞ്ഞ കൂട്ടർ. അപ്പൊ കാലുവിന്റെ ഫായിലെന്തല്ല ആമല്ലാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി. ജാലൂട്ടും പട്ടാളവും ധാരാളമുണ്ടല്ലോ, അവരോട് പടപൊരുതാൻ നമുക്ക് കുതിരത്തില്ല. അപ്പെന്താ ഈ സ്വന്തം കുതിരത്തുണ്ടോ ഇല്ലയെന്ന് ഇപ്പം നോക്കി. അപ്പൊ ഇവിടെ ഒരുക്കി വെച്ച അസ്ബാബിലേക്ക് നോക്കി. പൈസ ഒന്നുമില്ലായിട്ട് പറഞ്ഞ പണി കൊടുക്കുന്നില്ല, അന്നേരം ഗവൺമെന്റിലെ പൈസയിലേക്ക് നോക്കിയിട്ട് എത്ര കഷ്ടം കല്ലെടുക്കുക നീങ്ങുന്നു. അള്ളാഹിന്റെ പേര് ഏറ്റുമാത ഇതാണ് പല പൂർത്തി നമുക്ക് എത്ര കഷ്ടം കല്ല് വേണമെന്ന് ആലോചിക്കുന്നു. ജയില്ല. لا طاقة لنا اليوم لا قوة لنا بجالوت وجنوده أي بمحاربتهم ومقاومتهم. ജാലൂത്തിനോടും അവരുടെ പട്ടാളത്തിനോടും നമുക്ക് പടവരുതാൻ നമുക്ക് ഖുവ്വത്തില്ല. ഫാദിലൻ അൻ യകൂന ലനാ ഖുദ്റത്തില്ലെന്ന് മാത്രമല്ല, എന്നിട്ടല്ല പിന്നേലെ ജയിക്കല് ചിന്തിക്കൊണ്ടുള്ളൂ. അതെ, ഫാദിലൻ മിൻ അൻ യകൂന ലനാ ഗലബത്തുൻ അലൈഹി. എന്നിട്ടാണല്ലോ ജയിക്കലിനെ പറ്റി പറയാനില്ലല്ലോ. അതെന്താ? വദാലിക ലിമാ ഷാഹദു മിൻഹും. ജാലൂത്തിലും ജുനൂദിലും കണ്ടിട്ടുണ്ട് മിനൽ കസ്റത്തി വൽ ഖുവ്വ. വലിയ സൈന്യങ്ങളുണ്ട്, എണ്ണമുണ്ട്, ബണ്ണത്തിലും എല്ലാം കൊണ്ടും. ഇതാ പറയാൻ കാരണം. അപ്പൊ മറ്റേ തായിഫത്തുണ്ട്, നമ്മൾ അസീമത്തിന്റെ വരുന്നത്. قال الذين يظنون أنهم ملاقو الله. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ആ അസീമത്തിന്റെ അയലുകാർ. ഐ ഖാലല്ലദീന യഅ്തഖിദൂന. അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടൽ എന്ന് പറഞ്ഞാൽ അന്നെങ്ങനെ കിട്ടാം? അവിടെയുണ്ട് മുത്തശാബിഹ്. അള്ളാഹു വാഗ്ദാനം ചെയ്ത സഹായം നമ്മളെ കണ്ടുമുട്ടുന്നായി. അങ്ങനെ മുമ്പ് തഹ്വീൽ കൊടുക്കും. നല്ലോണം മനസ്സിലാക്കാൻ. ഉസ്താദിന് വാക്ക് തിരിയുന്നില്ല ചിലത് പറയും. എന്തുകൊണ്ടാണ് തിരിയുന്നില്ല എന്നത്? അല്ല, അപ്പൊ യളുന്നൂനാക്ക് മുമ്പ് അർത്ഥം കൊടുത്ത് യഅ്തഖിദൂനാണ്. വെറും തന്നെ അഖീദയിൽ പറ്റൂലല്ലോ. ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅൻ അഖീദ. ഫുറൂഇയാത്തായ കാര്യങ്ങൾ എന്ത് മതി? തന്നെ മതി, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല. അപ്പൊ അല്ലാഹു തആല എന്താക്കി? ആ രണ്ട് രീതി തന്നെ ജനങ്ങളെ ബലഹീനത കണക്കിലെടുത്ത് അസീമത്തും കൊടുത്ത് റുഖ്സയും കൊടുത്തു. ഫുറൂഇയാത്തിൽ റുഖ്സ കൊടുത്തു, ഉസൂലിയാത്തിലോ അസീമത്തും കൊടുത്തു. അപ്പൊ നസ്റുല്ലാഹിൽ അസീസ് വതഅയീദഹു, അതാണ് കണ്ടത്. അപ്പൊ മുലാഖുല്ലാഹിന്റെ മന മുലാഖു നസ്റില്ല, അള്ളാഹുവിന്റെ നസ്റല്ലേ വാഗ്ദാനം ചെയ്തത്. അത് നമ്മൾ കണ്ടുമുട്ടും എന്ന് വിശ്വസിച്ച ആളുകൾ പറഞ്ഞ് പറഞ്ഞതിന്റെ കാലിന്റെ മക്കൂല് കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ, ഏറ്റവും കുറഞ്ഞ ഒരു സംഘം എത്രയുണ്ടായിരുന്നു? അപ്പൊ കമ്മിന്ന് വെച്ചാൽ ഇസ്തിഫ്ഹാമല്ല, കസ്റത്താണ്. എത്ര ആണെന്ന് വെച്ചാൽ ഇത്ര ഉണ്ടെന്ന് പറയാനല്ലോ. കസ്റത്ത് എത്രയോ ഉണ്ട്. ഗലബത്ത് ഫിഅതൻ കസീറത്തൻ, വമ്പിച്ച ഫിഅത്തിനെ ജയിച്ചടക്കിയവരുണ്ടായി. ബദ്ർ തന്നെ നമുക്ക് നോക്കുക. ഐ കസീറും മിനൽ ഫിആത്തിൽ ഖലീലത്തി ഗലബത്തുൽ ഫിആത്തിൽ കസീറ എന്നർത്ഥം. കുറഞ്ഞ സംഘമുള്ള ആളുകൾ ധാരാളം സംഘമുള്ളവരെ ജയിച്ചടക്കിയ എത്രയോ സംഭവങ്ങളുണ്ടല്ലോ. പക്ഷെ ഏത് ഇത് ഇതിനില്ല എന്ന കൈകാടം നടക്കാൻ പാടില്ല. അവിടെയാണ് കരണ്ട്, അല്ലെങ്കിൽ പിന്നെ പേടായി. അവിടെയാണ് അത് ഹയാത്താകുന്നത്. ഐ ബിഹുക്മിഹി വതൈസീരിഹി ഫലാ യദില്ലു മൻ നസറഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ സഹായിച്ചോ അവൻ പരാജിതനാകൂല. വഇൻ ഖല്ല അദദുഹു, എണ്ണം എത്ര ചുരുങ്ങിയ. വലാ യഇസ്സു മൻ ഖദലഹു, അല്ലാഹു തആല പരാജയപ്പെടുത്തിയവർ ഇസ്സത്താകൂല. വഇൻ കസറ അസ്ബാബുഹു വഉദുഹു, അവനുള്ള അസ്ബാബും ഒരുക്കങ്ങളും എന്തുണ്ടായാലും എത്ര എറിയാലും. എന്നിട്ടോ വല്ലാഹു മഅസ് സാബിരീൻ, സാബിരീങ്ങളോടൊപ്പമാണ് അള്ളാഹു. ഈ ഒപ്പത്തിനകത്ത് എന്താണ്? അള്ളാഹു ദാത്ത് വരും കിട്ടിക്കുന്നത് അതല്ലല്ലോ. അപ്പൊ ബിൻ നുസ്റതി അലൽ അദുബി, അദുബിനെതിരെ സഹായിക്കൽ കൊണ്ട് അള്ളാഹു തആല എന്താക്കും? നിങ്ങളെ കൂടെ ഉണ്ട്. ഇനി അതോടൊപ്പം തന്നെ വസ്തബ്രിന്ദൽ മുലാഖാത്തി, ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾക്ക് സബറും വേണ്ടേ അല്ലേ? അത് വേണം. ഖാല റാഗിബ് പറഞ്ഞു
ഫിൽ ഖിസ്സത്തി ഈ ഖിസ്സയിലുണ്ട് ഈമാഉൻ വമിസാലുൽ ദുനിയാ വബിനാഇഹാ ദുനിയാവിന് പറ്റിയൊരു മിസാലുണ്ട്. ദുനിയാവിന് മക്കളും എന്നുവെച്ചാൽ ദുനിയാവിൻ്റെ ആള് എന്താ ഈ താലൂത്തിന് അവർ പറഞ്ഞ പുഴയാണ് ദുനിയാവ്. അത് പറ്റ വർദ്ധിച്ച് ദാഹിദായ ആളാണ് മല്ലം യത്തഅൻഹു. അത്യാവശ്യത്തിനെടുത്തവരാണ് ഇല്ലാ മനിത്തറഫ ഖുറഫത്തൻ. രാവും പകൽ നിക്കാരം ഒഴിവാക്കിയിട്ട് നോമ്പ് ഒഴിവാക്കിയിട്ട് എന്തൊക്കെ പിടിച്ചു പറിച്ചിട്ടും കൂടെ മമ്പിച്ചു കൂട്ടറാണ് ഇത് ഒമാൻ ഷരീഫ പറഞ്ഞത്. ഒമാൻ ഷരീഫ എന്താക്കി ഒരു സ്ഥാനത്തൊട്ടാണ് മടങ്ങേണ്ടി വന്നു. മറ്റവർ അസിമത്താർ പുസ്തകാരം പറഞ്ഞു നല്ല വിശാലല്ലേ. അതാ പറഞ്ഞത് അവന്റെ ജീവിതം കഴിയാൻ ആവശ്യമായ കതിർ മാത്രം ആൾ കൈകാര്യം ചെയ്താൽ അവൻ എന്തായി സമ്പന്നനായി മാറി നല്ല ജീവിതം നയിച്ചു. അതാരാണത്? എല്ലാ മനിത്തറഫ ദുനിയാവിന്റെ ശരീരം തൊട്ട് രക്ഷപ്പെട്ടു. വമൻ തനാബല മിൻഹ ഫൗക ദാലിക ഇസ്ദാദ അത്ശൻ ആവശ്യത്തിൽ കവിഞ്ഞ ദാഹം കൂടി. ദാഹം കൂടുമ്പോൾ ഇനി സമ്പാദിക്കണം, ഈ ദാഹം അടങ്ങൂല. വലിദാ ഖീല അദ്ദുന്യാ കൽമിൽഹി ദുന്യാവെന്ന് പറഞ്ഞാൽ ഉപ്പ് പോലെയാണ്. മനിസ്ദാദ മിൻഹ അത്ശാ ഉപ്പ് ഏറെ തിന്നാൽ എന്താകും? ദാഹം വരും. വഫിൽ ഹദീസിലുണ്ട് ലൗ അന്ന ലിബ്നി ആദമ വാദിയൈനി മിൻ ദഹബിൻ ഒരു മനുഷ്യന്, അത് പൊതുവെയുള്ള സ്വഭാവം പറഞ്ഞത്, മനുഷ്യന് സ്വർണത്തിനാലുള്ള 2 വാദിയുണ്ട്, എന്നാലോ അതുകൊണ്ട് തൃപ്തിയാവൂല. എന്താ വേണ്ടത്? ലഹുമാസാൽ രണ്ടാമത്തിൻ്റെ കൂടെ കൂടാന് മൂന്നാമത്തൊന്ന് എങ്ങനെ ഉണ്ടാക്കും? അതിനാരാ പിടിച്ചു പറിക്കേണ്ടത്? ആരാണ്? എണയും തുണയൊന്നും ഇല്ലാണ്ടും പോലീസും പട്ടാളൊന്നും ഇല്ലാത്ത ആളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്താക്കും? എനിക്ക് കേസ് കൊടുക്കാനും കഴിയില്ല, ബാധിക്കാനും ആളില്ല, തല്ലൊടുക്കാൻ മൊത്തിക്ക് കൊടുക്കാനും ആളില്ല, പിടിച്ചോണ്ട് പോകാനുള്ള ഗുണ്ടകളുമില്ല, ഒന്നുമില്ല. വളരെ സലാമത്തോടെ നടക്കാം. കാണുമ്പോൾ ഒരു കൊളർ കേസിന് അത് രക്ഷപ്പെടാൻ എന്താക്കാൻ നീണ്ട തടയിൽ വെച്ചിടുന്നു. ലോകത്ത് ഇങ്ങനെ വലിയ തട്ടിപ്പല്ലോ വലിയ തടയിൽ വെച്ചെടുക്കുന്നു. ഇവരിപ്പോഴും നന്നായിന്. എപ്പോൾ നന്നായിന്? മൂന്നാമത്തത് ഒന്നിൽ കൂടിയേ കഴിയും. മനുഷ്യന്റെ വയറ് നിറക്കാൻ മണ്ണല്ലാണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ കബറിൽ പോയിട്ട് മണ്ണ് നിന്നിട്ടുണ്ട്. ഇനി വയറ്റൂബുല്ലാഹ ലാമൻ താബ ആരാണോ തോബ ചെയ്ത് മടങ്ങുന്നത് അല്ലാഹുത്തആല തൗബ സ്വീകരിക്കും. യാനി ഇതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു മിസാലാന്നല്ലോ. സ്വർണത്തിനാലുള്ള 2 വാദി ഉണ്ടായ മൂന്നാം വാദി എങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ലാ യസാലു ഹരീസൻ അല ദുന്യാ ദുന്യാവിൻ്റെ മേലിൽ വല്ലാത്ത ഹിർസുള്ളവനാകും. ഹത്താ യമൂത്ത എന്നിട്ടോ മരിച്ച് വയം തലി അലൂഹ മിൻ തുറാബി ഖബരിഹി ഖബറിലുള്ള മണ്ണോല വയറ്റിലെത്തണം. അതാണ് ഇത്. ഇല്ലാണ്ട് ഇത് പറഞ്ഞ കുറേ മണ്ണ് വാരി തിന്നണം എന്ന അർത്ഥത്തിനല്ല പറഞ്ഞിരിക്കുന്നതെന്ന്. ഇനി നമ്മുടെ യുദ്ധത്തിലേക്ക് പോവുക. വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദിഹി ഖാലൂ അഫ്രിഗ് അലൈനാ സബ്റാ വലമ്മാ ബറസൂ ആര്? ദഹറ താലൂതു വമൻ മഅഹു മിനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളായ പട്ടാളവും പിന്നെ ആര്? താലൂത്തും. എവിടത്തേക്ക്? ഇലാ ഫളാഇ മിനൽ അർദ് ഭൂമിയുടെ ഒഴിഞ്ഞ സ്ഥലത്ത് യുദ്ധത്തിലേക്ക് ഇറങ്ങണം. ജാലൂത്ത. അപ്പം മറുവശാലുണ്ട്, ജാലൂത്തുണ്ട്, വജുനൂദി അവൻ്റെ സൈന്യവുമുണ്ട്. വശാഹദൂ മാ അലൈഹിം മിനൽ അദദി വൽ ഉദദി യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങളാലും കോപ്പുകളാലും അംഗസംഖ്യയും ഇവർ കണ്ടല്ലോ. വായിക്കനു അന്നഹും ഗൈറു മുതീഖീന ലഹും വാഹിൽ പറഞ്ഞാൽ അവരോട് പടവുരതാൻ താക്കത്തില്ല എന്ന് ഇവരിൽ ബോധ്യപ്പെട്ടു. അപ്പം പറഞ്ഞ് ഖാലൂ ഐ ജമീഅൻ എല്ലാവരും പറഞ്ഞ് മുതലർജിഈന ഇലല്ലാഹി തആല അല്ലാഹുവിനെക്കുള്ള താണുകയാണ് അപേക്ഷിക്കുന്നവരായിട്ട് മുസ്തഈനീന ബിഹി അല്ലാഹുവിനോട് സഹായം തേടിക്കുന്നതിൽ വെറും ഒരു കൊടിനാക്കുകൊണ്ടുള്ള വർച്ചനല്ലത്. മനസ്സിൽ തട്ടണം. എന്താ പറഞ്ഞത്? റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ ഒരു ദുആ, വസബ്ബിത് അഖ്ദാമനാ രണ്ടാമത്തെ ദുആ, വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ മൂന്നാമത്തെ ദുആ. 3 കലിമാത്ത് ദുആ.
നല്ലോണം മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു. അത് റബ്ബന എന്ന് പറഞ്ഞാൽ ഇഅ്തിറാഫും മിൻഹും ബിൽ ഉബൂദ്, ഞങ്ങൾ അടിമകളാണ് എന്നുള്ള സമ്മതിക്കലാണ് ഈ റബ്ബനാന്റെ മറുവശം. നീ റബ്ബ് എന്ന് പറയുമ്പോൾ ഞാൻ അബദ് എന്നതിന്റെ മറുവശം വരുമല്ലോ. അല്ല പണ്ടേ നമ്മൾ ഇദാഫിയായ സാധനം പറഞ്ഞാൽ നീ ആരാന്ന് ജ്യേഷ്ഠൻ, അപ്പം ഞാൻ അനുജൻ. നീ ആരാ ഭർത്താവ്, അപ്പം ഞാൻ ഭാര്യ. അപ്പൊ റബ്ബന എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇഅ്തിറാഫും മിൻഹും ബിൽ ഉബൂദിയ്യ. അപ്പൊ ഉബൂദിയ്യത്തിൽ എന്താണെന്ത്? താക്കത്തുമില്ല, കഴിവുമില്ല, സ്വന്തം ഒന്നുമില്ല, സ്വന്തം വജൂദ് തന്നെ ഇല്ല. അവരെ ഇസ്ലാഹാക്കാനുള്ള ദുആയാണ് ഇത്. റബ്ബന എന്ന് വിളിച്ചതിന്റെ ഇഅ്തിറാഫ് അല്ലെങ്കിൽ അല്ലാഹുമ്മ എന്ന് പറയാം. അഫ്രിഗ് അലൈനാ സബ്റാ, അഫ്രിഗ് എന്ന് പറഞ്ഞാൽ സുബ്ബ അലൈനാ, നമ്മളെ മേൽ കോരിച്ചൊരിച്ചു തരണമേ അല്ലേ. ഇസ്തിആറത്തുൽ വല്ലിക്കിസാർ, ധാരാളം തരണം, കൂടുതൽ തരണം എന്നതിന് ഇസ്തിആറത്താണ്. അത് കോരിച്ചൊരിച്ചു. അല്ലാഹു എനിക്ക് പണം കോരിയിട്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ എന്തായി? ധാരാളം ഉണ്ടെന്ന് ഇസ്തിആറത്താണ്. അതൊരു പ്രയോഗമാണ്. സബ്റൻ, എന്തിന് സബ്ർ? അലാ മുഖാസാത്തി ശദാഇദിൽ ഹർബി, യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ തരണം ചെയ്യുവാനും വഖതിഹാമി മവാരിദിഹിൽ ലയ്യഖതി, കുടുസായ ചില രംഗങ്ങളൊക്കെ എന്താക്കണം? ചാടിക്കിടക്കണം. അതിന് വേണ്ടി അപ്പൊ ഒരു ദുആയായി. വസബ്ബിത് അഖദാമന, നമ്മളെ കദം നീ ഉറപ്പിച്ചു തരണം. ഫി അമാകിനിൽ ഖിതാലി, ഖിതാലിന്റെ രംഗങ്ങളിലും വമനാസിലിൻ നിസാലി, ശത്രുക്കളുമായി പടപൊരുതുന്ന ഓരോ മനസ്സിലുകളിലും. അതുവിന്റെ കൽബിൽ പേടിയുണ്ടാക്കുകയും വേണം. അത് മറുവശം. അങ്ങനെ പല അസ്ബാബുകളാലും എല്ലാം എന്താക്കണം? അപ്പൊ തസ്ബീത്തുൽ അഖ്ദാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ധൈര്യമുണ്ടാകല്, ശത്രുക്കൾക്ക് പേടി കൊടുക്കും. ഇനി 3, വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഖൗമുൽ കാഫിരിനെതിരായിക്കൊണ്ട് നീ നമ്മളെ സഹായിക്കണേ. അതായത് ബിഖഹ്രിഹിം വഹസ്മിഹിം, അവർ നീ കഹറും ചെയ്യണം, അവരെ പരാജയപ്പെടുത്തുകയും വേണം. അങ്ങനെ വരുന്നില്ലേ? ഇതിന് സംഭവം എന്തായി? ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഇതിനോടുകൂടെ എന്താക്കി? എല്ലാ അവർ തോൽപ്പിച്ചു. ഐ ഹസമൂഹും എന്നവനായി കസറൂഹും ബിലാ മുഖ്രിൻ, ഒരിക്കലും കൂടുതൽ താമസിച്ചിട്ടില്ല. അത് അപ്പായിട്ടിട്ട് പറഞ്ഞത് പെട്ടെന്ന് തന്നെ. അള്ളാന്റെ ഇതിനോടുകൂടി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. എന്നിട്ടോ സംഭവം എന്താ? ദാവൂദ് നേരത്തെ നമ്മൾ സംസാരത്തിലില്ല, പക്ഷെ ഇവിടുന്ന് തിരിഞ്ഞ കൂട്ടത്തിൽ കാണുന്നു. ദാവൂദ് ജാലൂത്തിനെ കൊന്നു. കാന ജാലൂത്തു അൽ ജബ്ബാറു റസൽ അമാലിക്ക, അമാലിക്കിന്റെ തലവനാണ് ആര്? ജാലൂത്ത് ജബ്ബാർ. ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കഠിനമായവനാണ്, ഏറ്റവും ശക്തിയുള്ളവനുമാണ്. വക്കാന യഹ്സിമുൽ ജയ്ശവാദവും, പടപെടാൻ ഒറ്റക്കുണ്ടായാൽ മതി യുദ്ധം ചെയ്യുന്നവർ. വക്കാന ദാവൂദ് അലൈഹിസ്സലാമോ യർഅൽ ഗനമ, ആട്ടിനെ വയ്ക്കുന്ന ആളാണ്. നേരെ ഓപ്പോസിറ്റ്. ഫൗഹല്ലാഹു ഇലാ നബിയിൽ അസ്കരി, ആ സൈന്യത്തിന്റെ നബിയുടെ ലക്ഷ്മവീരി, ഓർക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. അന്ന ദാവൂദ ഹുവല്ലദി യഖ്തുലു ജാലൂത്ത്, ജാലൂത്തിനെ കൊല്ലാനേ ദാവൂദ് പറ്റും. അതുകൊണ്ട് ദാവൂദിനെ കൂട്ടണം. ആ ആട്ടിനെ വയ്ക്കുന്ന ആളാണ്. മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഓർമ്മയുണ്ട്, അത് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഇന്നാളൊക്കെ കൂട്ടണം. നമ്മൾ സഹാബത്തിനെ പോകുന്ന പോക്കിൽ ഇന്നാളെ കൂട്ടിക്കരുത്. മൂപ്പരാണ് യുദ്ധത്തിന്റെ തന്ത്രം മെനഞ്ഞിട്ട് ബാമ്പിച്ച് ചരിത്രം വിട്ടുവിട്ട് ഉറപ്പിക്കുന്ന സംഭവമില്ലുണ്ടായത്. മറന്നുപോയാ? എന്നിട്ടൊന്ന് വേറെ പോയി പോതാ തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് കൂടി പോയിച്ചു അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് തേടി അങ്ങനെ ദാവൂദ് അലൈഹിസ്സലാമിനെ കൂട്ടിച്ചു വന്നു. فقال النبي أشربي പറഞ്ഞു لقد جعل الله تعالى قتل داود جالوت على يدك, ദാവൂദ് അലൈഹിസ്സലാമെ ജാലൂത്തിനെ കൊല്ലൽ നിങ്ങളെ കയ്യാലാണെന്ന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. ഫഖുറുജ് മഅന, നമ്മുടെ കൂടെ ഒന്ന് വരണേ. അടുത്തേക്ക് ഇലാ മുഹാറബതിഹി, ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉടൻ എന്താക്കി? ഫഖറജ മഅഹും, അവരോടൊപ്പം പുറപ്പെട്ട് അൽ ഖിസ്സ ചേർത്ത് വെച്ചു തുടരും.
ഇനി ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഒരു വമ്പിച്ച വിജയം പറഞ്ഞു. ഇനി മറ്റൊന്ന്, ദാവൂദ് അലൈഹിസ്സലാമിന് അല്ലാഹു തആല മുൽക്കിനെയും കൊടുത്തിട്ടുണ്ട്. മുൽക്ക ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിനെ ഭരിക്കാനുള്ള രാജാധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ഇവർക്ക്? വലം യജ്തമിഉ ഖബല ദാവൂദ അലാ മലിക്കിൻ. കണ്ട, ദാവൂദ് അലൈഹിസ്സലാമിനെ മുമ്പായിട്ട് ഒരു രാജാവിൻ്റെ മേൽ ഒരു അപ്പൊ അതായത് നബിയുമായി രാജാവ് മകൻ, പിന്നെ സുലൈമാൻ അലൈഹിസ്സലാം വരുമല്ലോ. വൽ ഹിക്മത്തിനെയും കൊടുത്തു. അപ്പൊ ഇവർക്ക് കൊടുത്ത ഹിക്മത്ത് എന്താ? നബുവത്ത്. വലം യജ്തമിഉ ഫീ ബനി ഇസ്രായീലിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല അൽ മുൽക്കു വൻ നബുവത്തു. മുൽക്കും കൊടുത്തിട്ടുണ്ട്, നബുവത്തും കൊടുത്തിട്ടുണ്ട്. ഖബലഹു, ഇതിന് മുമ്പ് ഇല്ലാലോ, ഇവർക്കല്ലാണ്ട് കിട്ടിയിട്ടില്ല. രണ്ടും ഒരുമിച്ച് കിട്ടി. ബൽ കാനൽ മുൽക്കു ഫീ സിബ്തിൻ, രാജാധികാരം ഒരു സിബത്തിലാണെങ്കിൽ വൻ നബുവത്ത് ഫീ സിബ്തിൻ ആഖിർ, നബുവത്ത് മറ്റൊരു ഇതായിരിക്കും. സിബത്ത് അറിയാലോ, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളായ മക്കൾക്ക്. വഅൻസല അലൈഹി ദബൂറ, ദബൂറിനെ ഇറക്കുകയും ചെയ്തു. അത് ഹിക്മത്ത് കൊടുത്തതിന്റെ ഭാഗമാണല്ലോ. ഇനി 4, വഅല്ലമഹു മിമ്മാ യശാ, അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് അവർക്ക് പഠിപ്പിക്കുകയും ചെയ്തു. ഐ മിമ്മാ യശാ അല്ലാഹു. അപ്പൊ യശാഉവിന്റെ ഫായിൽ ആരാണ്? ദാവൂദ് അലൈഹിസ്സലാം അല്ല, അല്ലാഹു. തഅലീമഹു, യശാഉവിന്റെ മഫ്ഊലാണ് തഅലീമഹു എന്ന് കൂട്ടിയത്, ഒന്നാം മഫ്ഊൽ. ഇയ്യാഹു രണ്ടാം മഫ്ഊൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹിസ്സലാമിന് എന്തെല്ലാം പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചോ അതെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ യശാഉവിന്റെ ഫായില് ആരാകാൻ പാടില്ല? അല്ലെ ദാവൂദ് ഉദ്ദേശിച്ചതുപോലെ അന്ന് പഠിപ്പിച്ചെന്നല്ല അർത്ഥം കിട്ടില്ല. അന്നേരം പഠിപ്പ് കുറവുണ്ടായില്ല. യാഫീദ് പറഞ്ഞില്ല, ഞാൻ ചോദിച്ചോ. അപ്പൊ എന്റെ കഥനുസരിച്ച് ചോദിച്ചാൽ കൊച്ചേ കിട്ടുള്ളൂ. അതുകൊണ്ട് നീ അറിയുന്നു. ഇനി എന്തെല്ലാം പഠിപ്പിച്ച? മീൻസൻ അത്തിൽ ദുറു, പടയാങ്കികൾ ഉണ്ടാക്കല്. നമുക്ക് പക്ഷികളുടെ ഭാഷ അറിയല്. തസ്ബീഹിൽ ജബൽ, മൂപ്പർ തസ്ബീഹ് ചൊല്ലുമ്പം പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലും. നല്ല എന്താണ് കർണാനന്ദകരമായ ശബ്ദമാധുര്യം. വൽ അൽഹാന് തയ്യിബ, നല്ല യശരി ഓതാനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തെല്ലാം കൊടുത്ത്? ഇതെല്ലാം കൊടുത്തു. ഫലം യുഅ്തില്ലാഹു അഹദൻ മിസ്ല സൗതിഹി, മൂപ്പറ ശബ്ദം പോലത്തൊരു ശബ്ദമാധുര്യം അല്ലാഹു ആർക്കും കൊടുത്തിട്ടില്ല. ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഇനി പറയുന്നത് വലൗലാ ദഫ്ഉല്ലാഹി അന്നാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദഫ്ഇല്ലായിരുന്നുവെങ്കിൽ. അപ്പൊ ദഫ്ഉല്ലാഹി എന്ന് വെച്ചാൽ ഫായിലാണ്. ദഫ് എന്നുള്ളത് മസ്തർ, അല്ലാഹി എന്നുള്ള മസ്തർ മുനാഫ് ഇതിലേക്ക് ഫായിലേക്ക്. അപ്പൊ അല്ലാഹു തആല തടുക്കലില്ലായിരുന്നുവെങ്കിൽ അതിന്റെ മഫ്ഊലാണ് ഇത് അന്നാസ, ജനങ്ങളെ. ഒരു നിയമം ഉണ്ടെന്ന്, ഒരു മസ്തർ എടുത്തിട്ട് ഫായിലേക്ക് ഇലാഫത്ത് ചെയ്താൽ തൊട്ടപ്പുറം മഫ്ഊല് പറയണം. അഖിലിഹിം അംവാലന്നാസി, അഖിലി മസ്തർ, ഹിം അതിന്റെ ഫായില്, അംവാലന്നാസ് മഫ്ഊല്. വാഖിലിഹിം അഖദിഹിമുർ റിബ, അവർ പലിശ വാങ്ങും. മനസ്സിലായി? ദഫ് എന്നുള്ള മസ്തറാണ്. അത് മസ്തർ മുലാഫാണ് അടുത്തേക്ക്, അള്ളാഹ് ഫായിലേക്ക്. അപ്പൊ അല്ലാഹു തആല അടുക്കൽ അപ്പൊ അതിൽപ്പെട്ട ചില്ലറയാക്കിയതാണ് അള്ളാഹിനെ തടുക്കൽ എന്ന് പറഞ്ഞാൽ ബാദിനെ ബാദുകൊണ്ട് തടുക്കുന്നു. അപ്പൊ ഒരു കൂട്ടർ അക്രമം വേറൊരു കൂട്ടർ വന്നിട്ട് അടിച്ചമർത്തും. അപ്പൊ ബാദിനെ ഉണ്ടാക്കി ബാദുകൊണ്ട് തടുക്കും. അള്ളാഹിനെ വന്നിട്ട് ബാഡ് കൊടുത്തിട്ട് പറ്റില്ല. ഇപ്പൊ രണ്ട് കക്ഷി വരുമ്പോ എന്താക്കും? മറ്റേ കൂട്ടർ അക്രമം നടത്തുമ്പോ അതിനെതിരെ കക്ഷിന്റെ വേറൊരു അല്ലദീന യുബാശിറൂന അശ്ശർറ വൽ ഫസാദ, ശർറിനെയും ഫസാദിനെയും കൈകാര്യം ചെയ്യുന്നവരെ തടുക്കും. ബിബഅദിൻ, അതിൽ പങ്കെടുക്കാത്ത മറ്റു കൊണ്ട്. മാഹറമിന്നും, അതങ്ങനെ ബിറദ്ദിഹിം അമ്മാഹും അലൈഹി, ആദ്യത്തെ കൂട്ടർ ഏർപ്പെട്ട എന്താണോ അതിൽ നിന്ന് ഇവരെ പിൻവലിപ്പിക്കും. വന്നിട്ട് അത് ബിമാ ഖദ്ദറല്ലാഹു, അതിനെന്താക്കും? മിനൽ ഖത്ൽ, ചിലപ്പോൾ ഖത്ലായിരിക്കും എന്താ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഫസാദത്തിൽ നടന്നു, ഭൂമി മുഴുവൻ ഫസാദാക്കുമായിരുന്നല്ലോ. ഇവരെ അയച്ചാടം വിട്ടുകൊണ്ട് പോകും. അപ്പൊ ഇപ്പം തന്നെ ഓരോ തായ്ഫത്ത് ഉണ്ടാകും. മുസ്ലിമീങ്ങൾക്ക് ഒരു തായ്ഫത്ത് അത് പോകണം, മറ്റേ തായ്ഫത്ത് അത് പോകണം. അവർ തമ്മിൽ അതുണ്ട്.
അപ്പം ഭൂമി ഫസാദാവുന്ന ബാത്തലത്ത് മനാഫിഉഹാ, ഭൂമിയിലുള്ള മംഫഅത്തുകൾ ബാത്തിലാകും. വതഅത്ഫലത്ത് മസാലിഹുഹാ, അതിലുള്ള മസ്ലഹത്തുകളും മുടങ്ങിക്കിടക്കും. മിനൽ ഹർസി വന്നസ്ലി, ഹർസ് ഏതാണ്? കൃഷി. നസ്ൽ ഏതാണ്? മറ്റേ ആട് മാട് ഇതെല്ലാം ഉൽപാദനങ്ങൾ ഇതെല്ലാം മുടങ്ങിക്കറിയും. വസായിരമായ അമറുള്ള അർള വൈസുലഹ, ഭൂമിനെ ഇമാറത്താക്കാനും അത് ഇസ്ലാഹാക്കാനും ആവശ്യമായ പലതിനും കോട്ടം പറ്റും. അപ്പൊ ഇവിടെ എന്താക്കി ജാലൂത്തിനെ തടുക്കാൻ വേണ്ടിയിട്ട്, അല്ല ആ ജാലൂത്തിനെ ഫസാദ് തടുക്കാൻ വേണ്ടി താലൂത്ത് നിശ്ചയിച്ചു. وقيل لولا دفع الله بالمؤمنين والأبرار عن الكفار والفجار لهلكت الأرض ومن فيها ولولا دفع الله بالمؤمنين, മുഅ്മിനീങ്ങളെ കൊണ്ട് അള്ളാഹു തടുത്തില്ലെങ്കിൽ കുഫാറിനെ തൊട്ട് ഫുജാറിനെ തൊട്ട് ഭൂമി ഹലാക്കാകും. വലാകിന്ന അല്ലാഹ യദ്ഫഉ ബിൽ മുഅ്മിനീന അനിൽ കുഫാർ, മുഅ്മിനീങ്ങൾ ഉപയോഗിച്ച് കുഫാറിനെ തൊട്ട് അള്ളാഹു തടുക്കും. വബിസ്സാലിഹിനെ ഉപയോഗിച്ച് തടുക്കും അനിൽ ഫാജിറിനെ തൊട്ട്. സുമ്മ ഇന്ന ഫീഹി, ഇനി പറയട്ടെ, ഇനി പറയാൻ പോകുന്നത് മുൽക്ക് എന്നുള്ളത് കിട്ടിയ നല്ല കാര്യമാണ്. അതാ പറയുന്നത്, അത് എന്നാലും നിയമത്താണ്. അതുകൊണ്ട് മുൽക്ക് കൊടുത്തത് എന്നുള്ളത് നിയമത്തായി എണ്ണിയത് അത് ദുനിയാവ് കൊടുക്കലല്ലേ എന്ന് പറയണ്ട, അർഹനാക്കല്ലേ കിട്ടിയത്. അതാ പറയുന്നത് സുമ്മ ഇന്ന ഫീഹി തംബീഹൻ അലാ ഫളീലത്തിൽ മുൽക്കി, രാജാധികാരത്തിന്റെ ഫളീലത്തുമ തംബീഹുണ്ട്. അതുകൊണ്ടാണല്ലോ നബിക്ക് കൊടുത്തത്, അത് നിയമത്തായിട്ട് എണ്ണുകയും ചെയ്തല്ലോ. അതാ വഅന്നഹു ലൗലാഹു, ഈ മുൽക്ക് എന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ലമന്തളമ അമ്രുൽ ആലം, ആലമിന്റെ ഈ പോക്കും ഈ നിളാമില്ലാണ്ടായി പോയില്ലേ, ഭരിക്കാനൊരാളില്ല. ഞാൻ വലിഹാദാ ഖീല അദ്ദീനു വൽ മുൽക്കു തൗഅമാനി എന്ന് പറയാറുണ്ട്. ദീനും മുൽക്കും എന്താണ്? ഇരട്ടയാണ്. തൗഅമാനി ഇരട്ട വെച്ച മക്കൾ. ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റേന് നഷ്ടം വരും. ദീനില്ല ഞാൻ എന്ത് വഴി? മുൽക്ക് അക്രമമായിട്ട് മാറും. മുൽക്കില്ല ഞാല് നാഗനില്ലാണ്ടും പോകും. പക്ഷെ ദീന അസാസ്, ദീനാണ് അസാസ്. വൽ മുൽക്കു ഹാരിസ്, സംരക്ഷിക്കുന്ന കാവൽക്കാരനാണ്. അപ്പൊ അടിത്തറ ഇല്ലെങ്കിൽ പൊളിഞ്ഞു വീഴും. അപ്പൊ മുൽക്കിന്റെ അസലെന്താകണം? ദീനായിരിക്കണം. അതിന് ദാവൂദ് അലൈഹി സ്വലാം വെച്ചല്ല. അപ്പൊ ദീനുള്ള ആള് കൊമ്മട്ടിയാണോ എന്നാ കമ്മിറ്റിയാവും, എല്ലാത്താണ് കൊമ്മട്ടിയാവും. അതാണ് ഇപ്പം പറ്റുന്നത്. ഇന്റെ കഴിയാണ്ട് കൊണ്ടുവരും, അതാണ് വച്ചെടുക്കാൻ പറ്റില്ല. മുലർക്കം അടയ്ക്കുക, കമ്മിറ്റി കൊമ്മട്ടിയിലേക്ക് പോകും. കൊമ്മട്ടിയാവും ചെന്നിട്ട് പറയും, ആ പെണ്ണ് ജീവിച്ചിട്ടിപ്പോൾ നിങ്ങൾക്ക് നഷ്ടം നിൽക്കുന്നത് എനിക്കൊട്ടെ. അത് പറ്റൂല. എന്നാൽ പിന്നെ മുലർക്കം കയറിയുണ്ട്. ഇത് മാത്രമല്ല നടക്കുക. കണ്ടും ചേച്ചി ഇറച്ചിയിൽ അടിച്ചിട്ടുണ്ടാകും, പല്ലട കുത്തിക്കൊണ്ട് നാക്കി തരുന്നു. മുലർക്ക പെണ്ണ് പാടണേ കേട്ടാ. നിങ്ങൾ മാത്രമല്ല മുലർക്ക. ചില മണലടിക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അതിനൊന്നും ആളെ അഡ്രസ്സൊന്നും പറയണ്ടില്ല. വമാല ഹാരിസലഹു, കാവൽക്കാരനില്ലെങ്കിലോ ഫലായുൻ, അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പം അടിത്തറ ഇല്ല, ഞാൻ പൊളിഞ്ഞു വീഴും. കാവൽക്കാരനെല്ലാം നഷ്ടപ്പെട്ടു പോകും. ولكن الله ذو فضل على العالمين, അത് അള്ളാഹുവിന്റെ മഹത്വം പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ذو فضل, വലിയ ഫضലുടയവനാണ് എന്ന്. അപ്പൊ ذو فضل എന്ന് പറഞ്ഞ തൻവീനുണ്ട് അവിടെ. എടാ നാമിന്റെ അടിയിലോ മോളോ തൻവീനട അങ്ങനെയാ. അപ്പൊ അത് അളമത്തിന്റെ തൻവീനാണ്. അതിനോട് എന്താക്കി മുബർ? അത് എന്തെങ്കിലും ഫضലല്ല, അളീമായ ഫضലി. ലാ യുഖാദിറു ഖദറഹു, അതിന്റെ കണക്ക് നിശ്ചയിക്കാനായിട്ടും കഴിയൂല. ആലമിൽ അലൽ ആലമീൻ, ആലമീന്റെ മേലിൽ. അപ്പം അള്ളാഹു പല ഹിക്മത്ത് കൊണ്ടും ആലമിനെ നെളുമിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അതിനാണ് ബിരുദങ്ങളായ പാർട്ടി അടിക്കലും പൊളിക്കലും ഒഴിവാത്ത് കഴിയുമ്പോൾ തടുക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാ ആലമീനുടെ കാഫത്തന്നെ അവിടുത്തെ എല്ലാത്തിനും.
അപ്പൊ ഫസാദ ബാലിഹിം ബി ബാലിഹിം, ചിലർ ഫസാദാക്കുമ്പോൾ ചിലതിനെ കൊണ്ട് തടുക്കും. അപ്പൊ ഫലാ തഫ്സുദുൽ ഭൂമി ഫസാദാകാണ്ട് ഇനി അത് ശറഇ വെച്ചൽ കൊണ്ട് തൻസലിഹു അഹ്വാലുൽ ഉമ്മത്തിന്റെ എന്തായി മാറും, അഹ്വാലെല്ലാം നന്നായി മാറും. അത് ദീനിലേക്ക് നോക്കിയിട്ട്. പിന്നെ മറ്റേതോ മുൽക്കിനെ കൊടുത്തിട്ട് രണ്ട് കാര്യല്ലേ. ഇനി പറയാ തിൽക ആയാത്തുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. ഈ തിൽക എന്ന് പറഞ്ഞാൽ ഇങ്ങനെക്കുണ്ടേ ഇഷാറത്തേക്ക ഇഷാറത്തുൻ ഇലാ മാ സലഫ, മുമ്പ് പറഞ്ഞ എല്ലാത്തിലും ഇവിടം വരെ പറഞ്ഞു വന്നതെല്ലാം അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. ഇതായത് അൽ മുനസ്സലത്തി മിൻ ഇൻദിഹി, അള്ളാഹുവിന്റെ വക്കൽ നിന്ന് തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ആയാത്ത്. അതെന്താക്കും നത്ലൂഹ അലൈക, തങ്ങളെ മേൽ നമ്മൾ ഓതി കേൾപ്പിക്കും. അപ്പൊ അന്ന് തന്നെ വന്നിട്ട് മുസ്ലിം കൂട്ടല ബിവാസിത്തത്ത് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ വാസിത്തമുണ്ട്. എന്നിട്ട് തിരിയൊന്നുമില്ല. അത് തന്നെ ബിൽ ഹക്ക്, ഹക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു മായം ചേർക്കലോ കൂട്ടിച്ചേർക്കലോ ഇല്ലാത്തത് പറയലോ ഒന്നുമില്ല. മുതലബിസത്തൻ ബിൽ വജ്ഹിൽ മുതാബിഖ്, അത് ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സംഭവത്തിനോട് ഒത്ത വാക്കിനാണ് ഹക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ അങ്ങൊരു വണ്ടിയിട്ട് മറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അതുള്ളതുപോലെ ഇവിടെ വന്ന് പറഞ്ഞാൽ അതെന്താക്കും, സിദുക്കായ ഖബർ, ഈ ഖബറിലേക്ക് നോക്കി സിദുക്കെന്ന് പറയും. അപ്പൊ നാലാൾ കൂടി പാഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കാണെന്നിട്ട് പാഞ്ഞ് നോക്കുമ്പോൾ ഇയാളെ പറഞ്ഞ പോലെ കണ്ട്. അപ്പൊ ഇയാളെ വാക്കെന്തായി, വാക്കിനോടൊത്ത് കണ്ടുകൊണ്ട് ഹക്ക്. അപ്പൊ ഹക്ക് എന്നുള്ളതും സിദുക്ക് എന്നുള്ളതും ഈ ഖബറിന്റെ ഒരു വസ്തുവാണ്. വാക്കിനോടൊത്തിട്ട് പറഞ്ഞാൽ അത് സിദുക്ക്, പറഞ്ഞതിനോടൊത്തിട്ട് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഹക്ക്. അങ്ങനെ ഇങ്ങോട്ടേക്കും അങ്ങോട്ട്. അതാണ് ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ബിൽ വജ്ഹിൽ മുതാബിഖ് അല്ലദീ ലാ യശുക്കു ഫീ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബിന് അതിൽ സംശയം ഉണ്ടാവില്ല. ലിമാ യജിദൂനഹാ മുവാഫിഖത്തൻ ഫീ ലിമാ ഫീ കുതുബിഹിം, അവരുടെ കിതാബിൽ പറഞ്ഞ ഔസാഫ് എല്ലാം ഇവിടെ ഒത്തു കാണുന്നുണ്ടാവും. അപ്പൊ അവരെ ശരിക്കുന്നതിലുള്ളൂ. ഇനി രണ്ടാമത്തത് അപ്പൊ തിൽക ആയാത്തുല്ലാഹി എന്നുള്ള ഒന്ന് തങ്ങളായി വഇന്നക ലമിനൽ മുർസലീൻ, തങ്ങൾ തീർച്ചയായും മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെ. അപ്പൊ ഇറക്കപ്പെട്ട ആയാത്തിന്റെ ഒരു വസ്തുപത്രം പറഞ്ഞു, ഏറ്റുവാങ്ങിയ നേതാവിന്റെ ഒന്ന് പറഞ്ഞു. ഐ മീൻ ജുംലത്തില്ലദീന ഉർസിലു ഇലൽ ഉമ്മത്തിനെ കൊണ്ട് അയക്കപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട റസൂലാണ് തങ്ങൾ. കണ്ടാ, എന്തിനാ അയച്ചത്? ഈ തബ്ലീഗ് റിസാലത്തിന വഹക്കാമിന, നമ്മുടെ റിസാലത്തും മഹക്കാമും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലേ. അപ്പൊ ഇല്ല, തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ടവരല്ല എന്ന് വെക്ക്, ഇല്ല. അങ്ങനെയാണ് ലമ്മാ അഖ്ബർത ബിദിൽക്കൽ ആയാത്ത്, ഈ ആയാത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി റസൂൽ തന്നെ, അതന്നെ ഉമ്മിയാവുക. അപ്പൊ തങ്ങളുടെ റിസാലത്തും ആയാത്തിന്റെ മഹത്താണ് ഈ പറഞ്ഞു കൊടുത്തത്. ഇനി മുർസലീങ്ങളെ പഠിച്ചിട്ടില്ല. എന്ത് മടി, ഇപ്പൊ മടിയെല്ലാം പോയില്ലേ, അതൊന്നും ആരും പറഞ്ഞ കേൾക്കല്ല, ഉച്ചത്തിൽ പറഞ്ഞേക്കല്ല. അവിടെയാണ് വഖഫ് വേണ്ടി. അലാ ബഅദിൻ മിൻഹും എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അലാ ബഅദിൻ മിൻഹും എന്ന് പറഞ്ഞാൽ മിൻഹും എന്നുള്ളത് ഖബർ മുഖത്തം അടുത്ത ജുംലന്റെ അല്ലേ. ആ ഖബർ മുഖദ്ദമത്തിന് അപ്പുറം കൂട്ടി കൊടുത്തിട്ട് പറഞ്ഞാൽ ജുംല പോയി. അപ്പൊ അവിടെ വഖഫ് പിന്നെ മിൻഹും മൻ കല്ലമല്ലാഹ്, മിൻഹും മൻ കല്ലമല്ലാഹുവിന്റെ ജുംല എന്താണ്? മൻ മുബ്തദാ മുഅഖറാണ്, മിൻഹും ഖബർ മുഖദ്ദമാണ് അല്ലേ വേണ്ടി. ആ ഖബർ മുഖദ്ദമായ ഭാഗം എടുത്തിട്ട് എന്താക്കി അപ്പുറം കൂട്ടി കൊടുത്താൽ മൻ കല്ലമല്ലാഹു വെറുതെ. അതിനപ്പുറം ഇനി പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ തസംഭ്രമില്ല. അപ്പ ഞാനാ എവിടെയും കൊണ്ട് പോയി ചാടിയിട്ട്, എവിടെയും കൊണ്ട് പോയി ചാടി ആടുന്നെടുത്ത് അല്ലെങ്കിൽ പറയുമ്പോ ഇപ്പം നമ്മൾ പറയുന്നത് തന്നെ വഖഫല്ലേ. തജ്വീദ് ഒരു പ്രത്യേക ഫന്നാണ്, വഖഫ് മറ്റൊരു ഫന്നാണ്. ഉണ്ടല്ലേ ജസരിമാമ് ഹുറൂഫിന്റെ തജ്വീദ് നീ പഠിച്ചതിന് ശേഷം ലബുദ്ദ മിൻ മഅരിഫത്തിൽ വുഖൂഫി, വഖഫ് എന്നറിയാൻ കൂടാണ്ട് കഴിയൂലാതെ മറ്റൊന്നാണ്.
അതുകൊണ്ട് എല്ലാം കറക്റ്റായിരിക്കും. പക്ഷെ വഖഫ് ഇഫ്തിദാ മാറിയാൽ എന്താ അർത്ഥം കുളയില്ലേ. ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് വളരെ ആവേശത്തോടെ തുടരാൻ പോയി നല്ല കിടാത്ത് ഒരു തജ്വീദിനോ ഉന്നത്തിനോ മദ്ദിനോ ഇസ്ലാമിന് ഒരു يوم ينظر المرء ما قدمت يداه അഹമ്മദ് ഉർദയുടെ വെച്ച് ജദാഹു ഫയഖൂലുൽ കാഫിറൂന പോയില്ലേ, എല്ലാം പോയില്ലേ. എന്താ കേസ്? മാ ഖദ്ദമത്ത് യദാഹു എന്നുള്ളത് ഖദ്ദമത്തിന്റെ ഫായിലാണ് യദാഹു. അതാണ് ജുംല തീർന്ന് വഖഫ് എന്തായി കാഫിയാണ്. കാഫി എന്ന് പറഞ്ഞാൽ അറിയില്ല, കുറേ കാലമല്ലേ പറയുന്നിപ്പ. ഒരവസ്ഥ പറയും, രണ്ടാമത്തെ അവസ്ഥ പറയും. ഇതാണ് കാഫി. അത് നല്ല തെറ്റ്. ഉദാഹരണം അൽസയും കൊണ്ടേക്ക് നെയ്ച്ചോറും കൊണ്ടേച്ചു. വിശപ്പ് മാറുന്നതാൾക്ക് അൽസ പിടിച്ച് എണീച്ച് പോവുക കാഫിയായി. ഞാൻ നെയ്ച്ചോറും വെച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കാമായി. ഇതേമാതിരി യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് ആമ്മൻ, എല്ലാ മനുഷ്യന്മാരും ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ എന്താണ് തയ്യാറാക്കിയത് എന്ന് ചിന്തിക്കുന്ന ദിവസമാണ് വാക്യം. വയഖൂലുൽ കാഫിറു അബഹാസൻ, കാഫിർ പറയും യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായ തിരക്കളിലായിരുന്നേ. അവിടെ അപ്പുറത്തെ പായലെടുത്ത് യദാഹ് എടുത്തിട്ട് വയഖൂലുടെ കൃഷിയുണ്ടെന്ന് അർത്ഥം കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് മാത്രം എന്താ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുണ്ട്, നമുക്ക് തണുപ്പായുണ്ട്. തമ്മിന് പറഞ്ഞിട്ട് ഇത് വിശാഖണ്ട അത് ഇപ്പം വലിയ പചാക്കന്മാരെ തന്നെ സ്റ്റഡി കേട്ടപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കുറേ പറഞ്ഞോടത്ത് വോയിസിന് എന്നാൽ പയ്യനോട് തുടങ്ങുന്നുണ്ടോ. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂർ. വഖഫ് താമ്മ. എന്തുകൊണ്ട്? ആകാശത്തിനെയും പടച്ചു, ഭൂമിയെയും പടച്ചു, ഇരുട്ടിനെയും പടച്ചു, വെളിച്ചത്തിനെയും പടച്ചു. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യാദിലൂൻ. എനിക്ക് കുഫാറുടെ വിഷയം വേറെ പറയാൻ. അവരെന്താക്കുന്നത്? അവരെ കല്ലിനെയും മണ്ണിനെയും പിടിച്ചിട്ട് അള്ളാഹുവിനോട് തുല്യരാക്കുന്നു, മഹബൂദാക്കുന്നു. അവിടെ എന്താക്കി? വജഅലൽ ളുലുമാതി വന്നൂർ വന്നൂറ സുമ്മല്ലദീന കഫറൂ. വന്നൂറ ഖലഖൻ മഹ്ഫൂദ് കഴിഞ്ഞില്ലേ? തെറ്റോന്നാക്കി 25,000 കിട്ടും. കൂടുതൽ തെറ്റൊന്നാക്കി 25,000. തെറ്റ് താരതമ്യേന കുറഞ്ഞാക്കി 20. കുറച്ചും കൂടെ കുറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായി ശരി പറഞ്ഞാൽ 5 അള്ളാൻ്റെ കൂലി കിട്ടും. അത് നിങ്ങൾ നമ്മളെ 5,000 വാങ്ങണ്ട, അള്ളാഹുടെ പൂർണ്ണമായ കൂലി കിട്ടും. അതാണ് മറ്റിൻ്റെ കീഴിൽ ഉണ്ടാക്കിയ പരിപാടി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താ? تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات. تلك الرسل അവർ മുർസലീങ്ങൾ. ആര്? ഇശാറത്തുൻ ഇലൽ ജമാഅത്തിൽ ലദീന മിൻ ജുംലതിഹിമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സംഘത്തിലുണ്ടോ ആ ജമാഅത്തിലേക്ക് മൊത്തത്തിലാണ് തിൽക്ക. അപ്പോൾ എന്തായി? 313 ഒട്ടാകിലേക്ക് തങ്ങൾ ഏതൊരു സംഘത്തിൽ പെട്ടിട്ടുണ്ടോ അതാണ്. അത് മുർസലീങ്ങളാണ്. അപ്പോൾ ഫല്ലാമു ഫിർറുസുലി, അർറുസുൽ ഇതിലുള്ള ആ അലിഫ്ലാമില്ലേ ഇസ്തിഖറാഖാണ്. എല്ലാ മുർസലീങ്ങളെയും കൂടി. എന്നിട്ടോ മുർസലീങ്ങൾക്ക് ഫല്ലൽനാ ബഅദഹും, അതിൽപ്പെട്ട ചിലരെ ഞാൻ തഫ്ദീലാക്കിയിട്ടുണ്ട് അലാ ബഅദ്, മറ്റു ചില മുർസലീങ്ങളേക്കാണ്. ആ തഫ്ദീലിൻ്റെ വജഹ് പറഞ്ഞു. അതങ്ങനെ ബി അൻ ഖസ്തസ്നാഹു, ആ ചിലരെ എന്താകും നമ്മൾ തഖ്സീസാക്കിയിട്ടുണ്ട്. ബി മൻഖബത്തിൻ ലൈസത്തി ലിഗൈരിഹി, മറ്റുള്ള ആൾക്ക് കൊടുക്കാത്ത എന്തെങ്കിലും ഉന്നത പദവി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനാണ് പറയുന്നത് വഅലം അന്നൽ അംബിയാ കുല്ലഹും മുതസാവൂന ഫിൻ നുബുവ്വ. അംബിയാക്കൾ നുബുവ്വത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും സമം. നുബുവ്വത്തിന് എന്തെല്ലാം യോഗ്യത വേണോ എല്ലാവർക്കും ഉണ്ട്. എന്തെല്ലാം വാജിബായ സിഫത്ത് വേണോ എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെ മുസ്തഹീൽ വേണോ എല്ലാവർക്കും ഉണ്ട്. എന്തെല്ലാം ജാവാസ് വേണോ എല്ലാവർക്കും ഉണ്ട്. എന്നിട്ടോ ലിഅന്ന നുബുവ്വത ഷൈഉൻ വാഹിദുൻ, നുബുവ്വത്ത് എന്നുള്ളത് ഷൈഉൻ വാഹിദാണ്. ലാ തഫാദുല ഫീഹാ, അതിൽ ഏറ്റക്കുറച്ചിലില്ല. വൈന്നമ തഫാദുലുള്ളത് ബിഇഅ്തിബാരി ദറജാത്ത്, ഓരോരുത്തർക്കും നൽകപ്പെട്ട ദർജന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. ബാലഗ ബഅദുഹും, ചിലർ എത്തിയിട്ടുണ്ട് മൻസിബൽ ഖുല്ല, ഖലീലാബുക എന്ന പദവി.
ആർക്ക്? ഇബ്രാഹിം. മുഹമ്മദ് നമ്മൾ നീണ്ട ഒരു ഹദീസ് ഓതിയിട്ടുണ്ടായി. അതെ, അസാബിമാരെ വളഞ്ഞിരുന്നേ. ഇനിയോ ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഒരുമിച്ച് കൂട്ടി ബൈനൽ മുൽക്കി വൻ നുബുവ്വ, അതൊരു പ്രത്യേകത അല്ലേ. പിന്നെ സുലൈമാന അൽ ജിന്നു വൽ ഇൻസു, സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഇൻസുകളും ജിന്നുകളും തൈറും ബീഹും എല്ലാ വസ്തുക്കളും തസ്ഖീറായി കുറിച്ചു. വലം യഹ്സുൽ ഹാദാ ലി അബീഹി ദാവൂദ, പക്ഷേ ഈ തസ്ഖീറാക്കുക എന്നുള്ളത് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ഉപ്പ ദാവൂദ് അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പാക്ക് കൊടുക്കാത്തത് മോൻ കൊടുത്തിട്ടുണ്ട്. വമിൻ വഖസ്സല്ലാഹു സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമാക്കി എന്താ? ബികൗനിഹി മബ്ഊസൻ ഇലൽ ജിന്നി വൽ ഇൻസ്, മുഴുവൻ ഇൻസിലേക്കും മുഴുവൻ ജിന്നിലേക്കും റസൂലായി അയക്കപ്പെടുക അല്ലേ. വബിനസ്ഹി ലിജമീഇ ശറായിഇൽ മുതഖദ്ദിമ, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ശരീഅത്തിനെയും തങ്ങൾക്ക് നസ്ഖാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേകത. വമിൻഹും മുർസലീങ്ങൾപ്പെട്ട ചിലരുണ്ട് മന്ദഅ ഉമ്മത്തു ഇലാ തൗഹീദിൽ അഫ്ആലി വസ്സിഫാത്തി വദ്ദാത്ത്, അല്ലാഹുവിൻ്റെ തൗഹീദ് അഫ്ആലി, തൗഹീദ് സിഫാത്ത്, തൗഹീദ് ദാത്ത്, മൂന്ന് മർത്തബയിലുള്ള തൗഹീദാണ്. ഇങ്ങോട്ട് പറഞ്ഞ ദാത്ത് സിഫാത്ത് അഫ്ആലി, അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ ജനങ്ങളേക്ക് ശ്രദ്ധയിൽ വരികയാണെന്ന് അഫ്ആലി കഴിഞ്ഞിട്ട് സിഫാത്തിൻ്റെ ദാത്തിലേക്ക് പോകും. അപ്പം അതിനെന്തൊക്കെ തറക്കി എന്ന് പറയും. അടിയിൽ നിന്ന് മുകളിലേക്ക് പോയി തറക്കി, മുകൾ താലേക്ക് സിഫാത്ത് ദാത്ത് സിഫാത്ത് അഫ്ആൽ, അങ്ങനെ ഇങ്ങോട്ട്. അതെന്താ? അത് മൂന്നും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ തൗഹീദ് അതായിരുന്നു. 3 വജഹിൽ കൂടുതൽ തൗഹീദുണ്ട് കേട്ടാ. ഫഇന്നഹു കുതുബു തൗഹീദ്, ഈ മൂന്നും കൂടെ ഒരുമിച്ച് കൂടലാണ് കുതുബു തൗഹീദ്. അല്ലെങ്കിൽ ഇന്നഹുവിൻ്റെ തമീർ ഇബ്രാഹിമിലേക്ക് നടക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് തൗഹീദിൻ്റെ. അതുകൊണ്ട് ഇതിൽ അംബിയാവ് കാണു യദ്ഊന ഇലൽ മബ്ദഇ വൽ മആദ്, ചില അംബിയാക്കൾ എന്താന്ന് ആഖിറത്തിലേക്ക് ക്ഷണിക്കുന്ന, ആഖിറത്തിൻ്റെ വിശ്വാസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഈ ജനങ്ങൾക്ക് എന്താ തൗഹീദ് മുമ്പ് തിരിയില്ല. അവ ദുന്യാവ് ശാശ്വതമെല്ലാം മരിച്ചു പോകും എന്ന് മുമ്പ് ഞങ്ങൾ മരിച്ചില്ലേ, അത്ര കോപ്പ് കൂട്ടിയിട്ടുണ്ട്, എന്താ കൊണ്ടപ്പോൾ വലഞ്ഞ പുറജു ഇന്ന ഇല്ല ഹിർക്കത്തിൻ വലം യഖ്റുജു ഇല്ല ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ ളല്ല ഖാവിയാ. ഇവ പഠനം കേട്ടില്ലേ? ഇബ്രാഹിം ഓർമ്മയില്ലേ? നല്ല ബാന്ന് പറയല്ല. അലാ അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗത്തിൽ മുഫർരിഖി ലാഹിയാ. അലാ അയ്യുഹന്നാസി, മറന്ന് ജീവിക്കുന്ന മനുഷ്യ, ലിയൗമി റഹീലി, യാത്ര പോകേണ്ട ഒരു ദിവസം ഡേറ്റായിട്ടുണ്ട്, അത് മറന്നിട്ട് ജീവിക്കുന്ന മനുഷ്യ എന്താണ്? അലാ അയ്യുഹന്നാസി ലിയൗം അറാക അനിൽ മൗത്തിൽ മുഫർരിഖി ലാഹിയാ. നിന്നെന്താ ബന്ധങ്ങളിൽ നിന്ന് പിരിച്ചിട്ടെന്താക്കും? കൊണ്ടുപോകുന്നൊരു മൗത്ത് നീ മറന്ന് ജീവിക്കുന്നതായിട്ടാണ് നിന്നെ കാണുന്നു. എന്നുവെച്ചാൽ ഭാര്യയാണെങ്കിൽ ഭർത്താവില്ല, ഭർത്താവാണെങ്കിൽ ഭാര്യയില്ല, ജ്യേഷ്ഠനാണെങ്കിൽ അനുജനില്ല, അനുജനാണെങ്കിൽ ജ്യേഷ്ഠനില്ല, ഉപ്പയാണെങ്കിലും മക്കളില്ല, മക്കളാണെങ്കിൽ ഉപ്പയില്ല. എന്തിലാണോ നീ ഉള്ളത് അതിൽ തന്നെ പിരിച്ചിട്ട് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അതാ നിങ്ങളുടെ മുമ്പിൽ എത്ര ആളെ കട്ടിൽ കയറ്റി കൊണ്ടുപോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് നീട്ട് പോകുന്നതാണെന്നുണ്ട്. അതുകൊണ്ട് എന്താ പാഠം ഉൾക്കൊള്ളാത്തത്? ദുന്യാവിൽ അങ്ങനെ തന്നെ വെച്ചിട്ടാ പോകുന്നത്. ഞാൻ കുറച്ച് കൊണ്ടുപോയേക്കാന്ന് വെച്ചാൽ കൊണ്ടുപോകുന്നില്ല. കുറേ സമ്പാദിച്ചത് 100% ഞാൻ എടുത്തു പോയിട്ടാ വരില്ല. 100% ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. അതാ ഇങ്ങനെ ഞാൻ വെള്ളിനിടക്ക് പോലെ ഒന്നുമില്ലേ. ولم يخرجوا إلا بقتل وخرقة وما عمروا من منزل ظل خاويا. അവർ പോകുമ്പോൾ 1-2 കഷ്ണം തുണിയും കെട്ടാനുള്ള നൂലും കുറച്ച് പഞ്ഞിയും കൊണ്ടാണ് പോയത്. അതൊന്നും ഇല്ലാണ്ട് പോണ്ട. അവർ വലിയൊരു പരത്തിലുണ്ട്, ഭയങ്കര ഇങ്ങനെ നോക്കണം, കെറുത്തല്ല ഒടുക്കി പോകും. മർമാണിക്കെല്ലാം വാങ്ങി വെച്ചു. എന്തിനാണ് കെറുത്തിന്? അയാളെ ബിൽഡിങ്ങിൻ്റെ പക്കം നോക്കുമ്പോൾ കെറുത്തിൽ പോയിക്കാ. പക്ഷേ താമസിക്കാൻ അയാളില്ല ഇവിടെ.
അപ്പോൾ ചിലരെന്താക്കും ദുന്യാവിനെ പറ്റി പറഞ്ഞുകൊടുത്ത ആഖിറത്തിലേക്ക് ക്ഷണിക്കുന്ന അമ്പിയാക്കളുണ്ടാവും. ചിലപ്പോൾ അവർ തൗഹീദ് പറഞ്ഞുകൊടുത്ത് ചിലപ്പോൾ ഒന്നും കയറൂല. വൈല ദാത്തിൽ അഹദിയ്യത്തിൽ മൗസൂഫത്തി ബിബഅദി സിഫാത്തിൽ ഇലാഹിയ്യ, അതുപോലെ തന്നെ അഹദിയ്യത്തിൻ്റെ ദാത്ത് അല്ലാഹുവില്ലേ അൽ മൗസൂഫ, അത് മൗസൂഫാണ് ബിബഅദി സിഫാത്തിൽ ഇലാഹിയ്യ, ചില സിഫാത്ത് കൊണ്ട്. ഇലാഹിയ എല്ലാ സിഫാത്തും നമുക്ക് തിരിയില്ല. അല്ലാഹു തആലാക്ക് മുഴുവൻ സിഫാത്ത് നമുക്ക് തിരിയോ? പക്ഷേ അറിയാൻ അനിവാര്യമായ ഏതാനും സിഫാത്ത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവരും ഉണ്ടാവും. അവരെന്താക്കും, ഇതെല്ലാം ഉണ്ടാക്കിയ തുല്യതയില്ലാത്ത ഒരു ദാത്തുണ്ട്, സിഫാത്തുണ്ടെന്ന് മാത്രം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കും. അവനാ നിയന്ത്രിക്കുന്നത്. ഇല്ല ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം അത് വിശദമായിട്ടുണ്ടല്ലോ നമ്മൾ അക്കീദ പോലെ. എന്തുകൊണ്ട്? ഫഇന്നഹു ദഅഅ ഇലാ ദാത്തിൽ ഇലാഹിയത്തിൽ അഹദിയ്യ, അതിലേക്ക് വലിദാ അമറല്ലാഹു നബിയനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ച് ബിത്തിബാഇഹി, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിൻപറ്റണോ. കാരണം അവർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പിൻപറ്റലായല്ലോ. ബിഖൗലിഹി, അല്ലാഹുവിൻ്റെ ഖൗല കൊണ്ട് സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ, തങ്ങളോട് നാം വഹി അറിയിച്ചിട്ടുണ്ട് മില്ലത്ത് ഇബ്രാഹീമിനെ പിൻപറ്റണം. ആ ഇബ്രാഹിം ആരാണ്? ഹനീഫാണ്. അതല്ലോ സത്യത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ, മറ്റു മതത്തിൽ നിന്ന് കടമെടുക്കാതെ. അപ്പൊ ഹനീഫ ആകണമെങ്കിൽ എന്തുവേണോ? വാസ്തുവെല്ലാം പെടണോ, കഞ്ഞി മൂലിയും പെടണോ, അങ്ങനെ പലതും വിടാനുണ്ട്. അപ്പുറത്തുനിന്ന് വായ്പങ്ങി എടുത്തു. അപ്പൊ നമ്മ ഇന്ന് പഠിപ്പിക്കുന്ന ശരിയായ തൗഹീദ് പഠിച്ചാൽ മൂന്നുണ്ട്. മൂന്നുണ്ടല്ലോ, ദാത്തിന്റെ സിഫാത്തിന്റെ. കുല്ലഹും വാസിലൂന, വെറുതെയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വാസിലികളാണ്. വാസിൽ എന്ന് പറഞ്ഞാൽ എന്തായി? തടിയോടെ പോയി ഇങ്ങനെ ഞാൻ ചെയ്തു ഇനി ആരും ഞാൻ അല്ല തോന്നിയാ ഇങ്ങനെ വാസിലാകല്. കൽബിന് ഓരോ ഹിജാബുകളുണ്ട്. അള്ളാഹുവിൻ്റെ അൻവാർ വരുന്നിട്ട് ഹിജാബ് ഉണ്ടാകും. ആ ഹിജാബെല്ലാം ഫർക്ക് ചെയ്താൽ അൻവാറുമായിട്ട് ഇങ്ങനെ കേരളം. ഫാനൂന ബില്ലാഹ്, അള്ളാഹുവിൽ അവർ ഫനാആയവരാണ്. വന്നബിയ്യു ലാ യകൂനു ഇല്ലാ വാസിലൻ, ഒരു നബി വാസിലല്ലാത്ത നബി ഉണ്ടാകൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നബിയും മുഹരിദൻ ജമീഅ മറാത്തിബി തൗഹീദ്, തൗഹീദിന്റെ മറാത്തിബുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയവരാണവര്. ഏതാ മറാത്തിബ്? മോൾ നണ്ണിയ തൗഹീദുൽ ദാത്ത്, തൗഹീദുൽ സിഫാത്ത്, തൗഹീദുൽ അഫ്ആൽ. അതാ മിനൽ അഫ്ആലി വസ്സിഫാത്തി വദാത്ത്. ഇങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞു തറക്കിണ്ടല്ലോ. ആദ്യം കാണലേതാന്ന്? ആദ്യം ആസാറാ കാണുക. ആസാറിന്റെ പിന്നിൽ എന്തുണ്ടാകും? അഫ്ആലുണ്ടാകും. ആസാർ അഫ്ആലും അല്ലായിരിക്കും. എല്ലാത്തിൻ്റെ വിജോതി ആഖാലി അല്ല ഹിക്കമില്ലല്ലേ മോദിയെ. നമ്മൊരു സുപ്രഭാതത്തിൽ കയറുമ്പോൾ കുറേ ആസാർ പൊളിക്കുകയും കാണുന്നുണ്ട്. ഒരു മേശയും കുട്ടി വെച്ചിട്ട് കാണുമ്പോൾ ആസാറാ കണ്ടത്. ഒരു മേശ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരാ മേടിച്ചിട്ട്? റസാഖാശാലി കണ്ടോ? ആസാറ് എത്ര സമയം എടുത്തിന്? 3 വർഷം. ആസാറുകൾ എന്തായി? അഫ്ആലും മേലെ അറിയിച്ചു. അഫ്ആല് സിഫാത്തിന്റെ മേലെ അറിയിച്ചു. സിഫാത്ത് എന്താകും? ദാത്തിന്റെ മേലെ അറിയിച്ചു. അസ്മാഇന്റെ മേലെ അറിയിച്ചു. കാരണം ആശാരി എന്ന ഒരു പ്രത്യേക ഒരു വസ്തുണ്ടല്ലോ, ആശാരിയത്ത്. ഇങ്ങനെ അങ്ങോട്ടേക്ക്. അപ്പൊ ജനങ്ങൾക്ക് കാണുന്ന തറക്കിയാണ് അഫ്ആല്, സിഫാത്ത്, ദാത്ത് അങ്ങോട്ട് പോയത്. ഇനി പറയട്ടെ, ഈ തഫ്ളീലിന്റെ വജ്ഹുണ്ടെന്ന്. മിൻഹും മൻ കല്ലമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചവർ അക്കൂട്ടത്തിലുണ്ട്. ഏത് കലാമ മാസത്തെ ഇല്ലാത്ത സംസാരം ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും ജിബ്രീൽ മുഖേനുള്ള കലാമാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടല്ലോ. അതാ ഐ ഫളലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല തഫ്ളീലാക്കി ബിഅൻ കല്ലമഹു, അവരോട് സംസാരിക്കൽ കൊണ്ട്, ബിഗൈരി വാസിതത്തിൻ, വാസിത ഇല്ലാതെ. സംസാരം എന്ന് പറഞ്ഞാൽ ബായി കൊണ്ട് ചറവറപ്പറന്ന് അർത്ഥം വെച്ചൂടാ. അള്ളാഹുവിൻ്റെ കലാമ് കദീമാണ്. കദീമായ കലാമ് നമ്മളെ പൊട്ടാക്ക് തിരിയൂല. അത് തിരിയാനുള്ള പക്വത ആയിരിക്കും ഉണ്ടാക്കി? മൂസാ അലൈഹി ഇസ്ലാമിന് ഉണ്ടാക്കി. ഇത് കണക്ട് ചെയ്യും. അപ്പൊ അർഫും സൗത്തും വേണ്ട. അതാരാണത്?
വഹുവ മൂസ അലൈഹിസ്സലാം വഹുവ കലീമുഹു. മൂസ അലൈഹിസ്സലാമാണ് അതിൽ കരീം എന്ന് പേര് വന്നത്. അവർ വന്നില്ലേ? ഇനി വറഫഅ ബഅദഹും ദറജാത്തിൻ, ചിലരെ ദറജാത്തുകൾ ഉയർത്തി, അലാ ദറജാത്തിൻ മറ്റൊരു ദർജനേക്കാൾ. വദാലിക ബിഅൻ ഫളലഹു അലാ ഗൈരിഹി മിൻ വുജൂഹിൻ മുതഅദ്ദിദത്തിൻ, വ്യത്യസ്തമായ വുജൂഹുകളിലൂടെ അവർക്ക് തഫ്ളീൽ കൊടുത്തു. നമുക്ക് വബി മറാത്തിബ മുതബാഇദത്തിൻ, ഒന്നിൽ നിന്ന് ബഹുദൂരമായ പൊക്കമുള്ള മറ്റൊരു മറാത്തിബ് കൊടുത്തു. വല്ലാഹിറു, അപ്പൊ അത് ലാഹിറിപ്പുള്ളത് അന്നഹു അറാദ, അത് ഔട്ടാ കിട്ടിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലാഹിറുള്ളത് അന്നഹു റഫഅ ബഅദഹും ദറജാത്തിൻ എന്ന് പറഞ്ഞത് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു ഹുവൽ മുഫദ്ദലു അലൈഹിം, എല്ലാവരേക്കാളും തഫ്ദീലാക്കപ്പെട്ടത് എല്ലാവരിൽ കൂടിയായിരിക്കാം തങ്ങൾക്ക്. ഹൈസു ഊതിയ മാ ലം യൂതഹു അഹദുൻ മിനൽ, ആരാക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത മിനൽ ആയാത്തിൽ മുതകാസിറ, ധാരാളം മുഅ്ജിസാത്തുകൾ നൽകിയിട്ടുണ്ട്. വലൗ ലം യുഅത, ഇനി ഒന്നുമില്ല നോക്കില്ല ഖുർആൻ വഹദഹു മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ ലകഫാ ബിഹി, അത് തന്നെ പല മുഅ്ജിസാത്തും പറഞ്ഞില്ലേ, അവർക്കൊരു കിതാബ് ഇറക്കിയിട്ടില്ലേ പോലെ ചോദ്യം ഉണ്ടായിട്ടില്ലേ? ലകഫാ ബിഹി ഫളലൻ മുനീഫൻ, ഉന്നതമായ ഫളലായിട്ട് ഖുർആൻ മാത്രം മതി. അലാ സായിരി മാതിൽ അംബിയാ, അംബിയാക്കൾക്ക് പലതും കൗനിയ മുഅ്ജിസാത്ത് കൊടുത്തു, അതൊന്നും ഇല്ലാന്ന് വെക്കാം മതി. ലിഅന്നഹുൽ മുഅ്ജിസത്തുൽ ബാഖിയത്തു അലാ വജ്ഹിദ് ദഹർ, കാലകാലം നിലനിൽക്കുന്ന മുഅ്ജിസത്താണത് ഖുർആനുൽ അമീൻ. അപ്പൊ തങ്ങളുടെ റിസാലത്തിന്റെ തെളിവാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തായിരിക്കുന്ന ഖുർആനാണ്. ആ ഖുർആൻ അങ്ങനെ അഗണ്യമായി തടുക, അത് ഒന്നുമില്ലാത്ത നിലത്തും വെക്കുക, ചവിട്ടുകയും ചെയ്യുക, തുപ്പിയും ചെയ്യാന്നൊക്കെ പറയുകയാണെങ്കിൽ തങ്ങളുടെ മുഅ്ജിസത്തിനെ തേച്ച് വായിക്കുന്നത്. അതിനോടാണ് ഇപ്പം എല്ലാവർക്കും ഉള്ള അപകടങ്ങൾ. അതിനോട് പത്രക്കട്ടാസും വെക്കാം, നക്കിയിട്ടും മറിക്കാം, കുണ്ടിക്ക് വെക്കലും വെക്കാം. ആ കോലത്തിൽ മാറ്റിയത് എന്താ സാധനം? മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ആര്? റസൂലുള്ളാഹി. എന്താ നിങ്ങൾ തെളിവ്? ഇതാ ഇതിനോടാ കളി. രണ്ടാമത് ഇപ്പോൾ ഒക്കെ കൂടി ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവാന്ന് തോന്നുന്നു. നമ്മൾക്ക് പല നേതാക്കന്മാരല്ല, കുട്ടി രാഷ്ട്രീയ നേതാവാന്ന് ഒപ്പം മോനിക്ക് പഠിപ്പിച്ചത്. അപ്പൊ നിൽക്കുന്നേ പൊളിച്ചുകെട്ടേണ്ട കാലം കഴിഞ്ഞ് ഈ തുള്ളൻ ചാട്ടൽ മതിയാക്കി. ദൂന സായിദുൽ മുഅ്ജിസാത്ത്. ഇത് മറ്റൊരു ഖുസൂസിയത്ത്. വആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാത്ത്, ഈസാ അലൈഹിസ്സലാമിന് ബയ്യിനാത്തിനെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈസാ അലൈഹിസ്സലാമിന് മാത്രം എടുത്തിട്ട് അങ്ങനെ എത്രയോ ആളില്ലേ? ഈസാ അലൈഹിസ്സലാമിനെ കുറ്റം പറയുന്ന കുറേ കോമുണ്ട്. ഓർക്ക് റദ്ദ് പറയില്ല, ഓരോ പേരെടുത്ത് പറയില്ല. ദൂതന്മാർ ഈസാ അലൈഹിസ്സലാമിനെ പറയാൻ പറ്റാത്തെല്ലാം, സാധാരണ ഒരു ഭക്ഷണം പോലും പറയാൻ പറ്റാത്തെല്ലാം എന്തെല്ലാം വന്നിട്ടുണ്ട്. അതാ ബയ്യിനാത്തിനെ കൊടുത്ത്, ആയാത്തിൽ ബാഹിറത്തി വൽ മുഅ്ജിസാത്തിൽ ലാഹിറത്ത് കൊടുത്ത് എന്തെല്ലാം? മിൻ ഇഹ്യാഇൽ മൗതാ, മരിച്ചാളെ ഹയാത്താക്കലുണ്ട്. വശിഫാഇൽ മർളാ, രോഗികൾക്ക് ശമനം കൊടുക്കലുണ്ട്. വഇബ്റാഇൽ അക്മഹി വൽ അബ്റസി, വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം, അതുപോലെ പിറവിയിൽ തന്നെ ശരിക്കും തന്നെ കാഴ്ചയില്ലാത്ത കാഴ്ച കൊടുക്കൽ. ഖുർആൻ പറഞ്ഞില്ലേ? ശിഫയിൽപ്പെട്ട് പക്ഷെ ഖാസ് ആമിന് ശേഷം ഖാസ്. പക്ഷിയുടെ പടക്ക ഉണ്ടാക്കിയിട്ട് കലിമത്ത് ഓടിക്കുന്ന അത് പറക്കും. വൽഇഖ്ബാരി ബിൽ മുഗയ്യബാത്ത്, ഇതെല്ലാം ആയത്തിന്റെ പരിഭാഷ പറഞ്ഞേ ഉള്ളൂ. വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളെ വീട്ടിൽ എന്തെല്ലാം വസ്തുക്കളുണ്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തരും. മുഗയ്യബാത്ത് പറയില്ലേ? ചിലപ്പോൾ ഹഖീഖിയ ഗൈബാവാം, അല്ലെ മസ്തൂറായ ഷഹാദത്തും ആണ്. ഹുക്കുമിലൊന്നാണല്ലോ. വജഅല മുഅ്ജിസാതിഹി സബബ തഫ്ളീലിഹി, അവർക്ക് കൊടുത്ത മുഅ്ജിസാത്തിനെ ആക്കി തഫ്ളീലിന്റെ സബബാക്കി. എന്ത്? മഅന്ന ഈതാൽ ബയ്യിനാത്തി ഗൈറു മുഖ്തസിൻ ബി ഈസാ അലൈഹിസ്സലാം. ഇനി പറയുന്നത് ഈസാ അലൈഹിസ്സലാമിന് എല്ലാത്താക്കും ആയാത്തും എന്ത് കൊടുത്തിട്ടില്ലേ? പിന്നെന്തിനാ? ലിഅന്നഹ ആയാത്തും വാദിഹാത്തുൻ വമുഅ്ജിസാത്തുൻ അദീമത്തെല്ലാം കൊടുത്തിട്ടുണ്ട്.
ലം യസ്തജ്മിഅ ഗൈറുഹു, ഈസാ അലൈഹിസ്സലാം അല്ലാത്ത ഇത്രയും ഒരുമിച്ച് കൂടിയിട്ടില്ല. വഖസ്സ ഈസ, ഇനി പറഞ്ഞ ഈസാ അലൈഹിസ്സലാമിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ എന്തിനാണ്? ബിത്തഅയ്യിൻ, പേരെടുത്ത് പറഞ്ഞില്ലേ? വാതൈന ഈസബിന, അത് തക്ബീഹൻ ലിഫാത്തിൽ യഹൂദി ഫീ തഅഖീരിഹി, യഹൂദികൾ കുറവാക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ അതിരിവിടലല്ലേ? എന്തിൻ്റെ വിഷയത്തിൽ? ഫീ തഹഖീരിഹി, ഈസാ അലൈഹിസ്സലാമിനെ കുറവാക്കുന്ന വിഷയത്തിൽ അതിര് വിട്ട് കടന്നപ്പോൾ അവരെ വർണ്ണിക്കുന്ന വിഷയത്തിൽ കുറച്ച് കൂടുതൽ പറഞ്ഞു. ഹൈസു അങ്കറു നബുവത്ത്, എത്ര നബുവത്ത് തന്നെ ഇൻകാറാക്കിയിട്ടുണ്ട്. മഅമാ ളഹറ അലാ യദിഹി മിനൽ ബയ്യിനാത്തിൽ ഖാതിയാത്ത്, അതാ അലംഘനീയമായ ബയ്യിനാത്ത് അവരുടെ കയ്യിൽ നിന്ന് പ്രകടമായിട്ടും. ഇനിയൊന്ന് വലി ഇഫ്രാത്തിൻ നസ്വാറ, നസാറാക്കള് അതിര് വിട്ട് കടന്നു ഫീ തഅദീമിഹി, നേരെ ഓപ്പോസിറ്റ്. അത് നിങ്ങൾ തള്ളി പറഞ്ഞപ്പോൾ നമ്മ ഇലാഹാക്കും. അതാ ഹൈസു അഖറജുഹൻ മർത്തബത്തി റിസാല, റിസാലത്തിന്റെ മർത്തബയും വിട്ടിട്ടുണ്ടാക്കി ഇലൂഹിയത്തിന്റെ മർത്തബയെ കൊടുത്തു. അപ്പൊ അവർക്ക് കൊടുത്ത് ഞാൻ കൊടുത്ത ബയ്യിനത്താണ് എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പൊ ഇതില്ല, ഉലൂഹിയത്തില്ല. ഏത് അല്ലല്ല, തഹക്കീറിന്റെ വിഷയത്തിൽ അതിന് വിട്ട് കിടക്കല്ലേ ഇതിന്. എത്രത്തോളം കുറവാക്കാൻ കഴിയും അത്രത്തോളം. അപ്പൊ രണ്ട് തായിഫത്തിന് എതിരായിക്കൊണ്ടാ പറഞ്ഞത്. എന്തുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കലിമത്ത് അങ്ങനെയുള്ളത് ഇഫ്രാത്തുകാർക്കും തഫ്രീത്തുകാർക്കും. ഇനി ഈസാ അലൈഹിസ്സലാമിന് കൊടുത്ത മറ്റൊന്ന് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, അയ്യദ്നാഹു എന്ന് പറഞ്ഞാൽ ഖവ്വൈനാഹു, നാം അവരെ ശക്തിപ്പെടുത്തിയ റൂഹിൽ ഖുദ്സ് കൊണ്ട്. ഏതാ റൂഹുൽ ഖുദ്സ്? അർ-റൂഹുൽ മുതഹ്ഹറ, ഒരു പരിശുദ്ധമായ റൂഹ് കൊണ്ട്. അല്ലത്തി നഫഖഹ അല്ലാഹു ഫീഹി, അതിലെന്താക്കി ഫനഫഖനാ ഫീഹി മിർ റൂഹിന. അപ്പോൾ റൂഹുൽ ഖുദ്സിന്റെ മാനയിൽ കൊടുത്ത് അവരെ മാതാവിൻ്റെ ഊതി കൊടുത്തില്ലേ, ആ റൂഹ്, അതായത് ഈസാ അലൈഹിസ്സലാമിൻ്റെ റൂഹ്. അല്ലാ ഫഅബാനഹു ബിഹാ മിൻ ഗൈരിഹി, എന്നിട്ടോ മറ്റുള്ളവരിൽ നിന്ന് ആ റൂഹിനെ പ്രത്യേകമാക്കി. മിമ്മൻ ഖലഖ, ഗൈറലും അല്ലാഹു പഠിച്ച മിൻ ഇജ്തിമാൻ നുത്ഫത്തൈ ദക്കരി വൽ ഉൻസ, ദക്കർ ഉൻസാന നുത്ഫത്ത് ചേരലിനാൽ അതിവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ലിഅന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം തളുമ്മഹു അസ്ലാബുൽ ഫുഹൂൽ, പിതാക്കന്മാരുടെ ഫുഹൂലും ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. വലം യശ്തമിൽ അലി അർഹാമുൽ തവാമിസ്, ഹൈദുകാരിയായ പെണ്ണുങ്ങന്മാരെ ഗർഭാശയത്തിൽ കിടന്നിട്ടുമില്ല. അപ്പൊ അവർക്കുള്ള ആ റാത്തിലുള്ള റൂഹുണ്ടല്ലോ, ആ റൂഹുൽ ഖുദ്സ് വേദിക്കുന്നു. അല്ല വേറൊരർത്ഥം കൊണ്ട് ജിബ്രീലിനെ കൊണ്ടുവന്ന് അത് അപ്പൊ റൂഹ് വേറെ. ഇത് ഇവരുടെ റൂഹ് തന്നെ. ഇപ്പൊ മുഖദ്ദസായ എങ്ങനെ സ്വൽബിനും വന്നിട്ടില്ല, റഹിമിനും വന്നിട്ടില്ല. അപ്പൊ അയില് ജോലിയിലൊന്നും മുങ്ങി കടക്കാത്തതായി. അപ്പൊ ഫൽ ഖുദ്സ് ബിമാനൽ മുഖദ്ദസ്, ഇവിടെ മുഖദ്ദസിന്റെ മാനാക്കാണ്. അല്ലെങ്കിലോ അവിൽ ഖുദ്സ് ഹുവല്ലാഹ്, അല്ലെങ്കിൽ റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നെ നോക്കൂ. അപ്പൊ റൂഹു ജിബ്രീൽ, അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അയക്കപ്പെട്ട ഒരു റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. രണ്ടാമത്തെ അർത്ഥം ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ വൽ ഇളാഫത്തു ലിത്തശ്രീഫ്, തശ്രീഫിന്റെ ഇളാഫത്താണ് ഏത്? റൂഹുൽ ഖുദ്സ്. ഖുദ്സ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് വെച്ചു. അപ്പൊ റൂഹുല്ലാഹി നയി, അപ്പൊ ഇളാഫത്ത് ഏതാണ്? അള്ളാഹിന്റെ കണ്ടോന്നില്ല, തശ്രീഫ്. വൽ മാന അആനഹു ബിജിബ്രീൽ അലൈഹിസ്സലാം ഫി അവ്വലി അംരിഹി, തുടക്കത്തിൽ തന്നെ എന്തായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് അല്ലാഹു സഹായിച്ചു. വഫി വസതിഹി, ഇത് ഫർസൽനാ ഇലൈഹി റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സബിയ്യ എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ, വസ്തിലും ആഖിറിലും. അമ്മാ ഫിൽ അവ്വലി, അവ്വലിലേതാണ്? ഫലി ഖൗലിഹി ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ എന്ന് പറഞ്ഞതാണ്. വഅമ്മാ ഫീ വസതിഹി, നടുഭാഗത്തേതാണ്? മധ്യത്തിൽ. ഫലി അന്ന ജിബ്രീൽ അലൈഹിസ്സലാം അല്ലമഹുൽ ഉലൂമ, ഉലൂമിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ജിബ്രീൽ. വഹഫിളഹു മിനൽ അഅദാഇ, അഅദാക്കളെ തൊട്ട് കാത്തിട്ടുണ്ട്. അഅദാക്കളെ എപ്പം കൊല്ലാൻ നടന്നിട്ടുണ്ട്, കാത്ത്. വഅമ്മാ ഫി ആഖിറിൽ അംരി, അവസാന ഭാഗത്ത് ഫഹീന അറാദത്തിൽ യഹൂദ് ഖത്ലഹു, യഹൂദികൾ മൂപ്പറെ കൊല്ലാൻ ഉദ്ദേശിച്ചപ്പോൾ എന്താക്കി? ആനഹു ജിബ്രീൽ അലൈഹിസ്സലാം റഫഅഹു ഇല സമാ, ആകാശത്തിലേക്ക് ഉയർത്തി. അപ്പോൾ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളിലും ജിബ്രീൽ സഹായത്തിനില്ല. ഇനി ആയത്തിലേക്ക് പോണെങ്കിൽ
അവിടെ വെക്കുന്നത് വലൗ ശാഅ അല്ലാഹു മഖ്തതല അല്ലദീന മിൻ ബഅദിഹിം. അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലേ, അപ്പൊ ഷാഅക്ക് മഫ്ഊൽ വേണ്ടേ? ഷാഅ എന്നുള്ളത് മുതഅദ്ദിയ ഫീലാകുമ്പോ അല്ലാഹു ഫായിലായി, ഇനി മഫ്ഊൽ വേണ്ടേ? എവിടെ മഫ്ഊൽ? നോക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അദമഖ്തിതാലി എന്നപ്പുറം കുറച്ചപ്പുറം പറയുന്നതാണ്. കുറച്ചപ്പുറം പരിപാലിക്ക് അത് അദമഖ്തിതാലിഹിം എന്നുള്ളത് ഷാഅന്റെ മഫ്ഊൽ സങ്കല്പിച്ചതാണ്. അപ്പൊ ഇവർ തമ്മിൽ എന്ത് വേണ്ട, കുഴപ്പം വിക്കത്താലും വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അവർ അടിക്കട്ടെ എന്നുള്ള വിചാരിക്കുന്ന പറഞ്ഞുണ്ടാവും. വ്യത്യസ്തങ്ങളായ ഉമ്മത്ത്, അത് മുർസലീങ്ങൾക്ക് ശേഷം. വൽ മഅന ലൗ ഷാ അല്ലാഹു അദമഖ്തിതാലിഹിം. അതിനർത്ഥം ലൗ ഷാ അല്ലാഹു ആയത്തിലുണ്ട്, അതിന്റെ മഫ്ഊൽ കൂട്ടിക്കൊടുത്ത് അദമഖ്തിതാലിഹിം. എന്നിട്ടോ മഖ്തതല ജവാബ് അതും ആയത്തിലുണ്ട്. അതെങ്ങനെ? ബിഅൻജല മുത്തഫിഖൻ അൽ ഇത്തിബാ. എല്ലാവരും മുസ്ലിങ്ങൾ അംഗീകരിക്കൽ ഇത്തിബാ ചെയ്യലും വന്നാൽ പിന്നെ തമ്മിലടിയില്ലല്ലോ. മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത്. ബയ്യിനാത്ത് വന്നതിന് ശേഷം ഈ അടി ആരവക്കൽ നിന്ന് വന്ന മിൻജത്തി ഉലൈക റസൂൽ. ആ മുർസലീങ്ങളിൽ കൂടിയാണ് എന്ത് വന്നത്? ആയാത്ത് ബയ്യിനാത്ത് വരുന്നത്. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞ് അന്ന് തന്നെയാണ്, ഒരു കൂട്ടർ പറഞ്ഞ അന്നനെ മോനാണ്, ഒരു കൂട്ടർ പറയുന്നേ ഇത് തന്തയില്ലാത്ത ആളാണ്, എന്തെല്ലാം വന്നിട്ട് ഒരു കൂട്ടർ വല്ലാണ്ട് പൊക്കി, ഒരു കൂട്ടർ താത്ത്. അതാ ബിഅൻജഅലഹും മുത്തഫിഖൻ അവിടെ തീരും. അൽ-മുഅ്ജിസാത്തുൽ ബാദി വൽ ആയാത്തുല്ലാഹിൽ മൂജിബത്തുൽ ഇത്തിബാഇൻ. പക്ഷേ വലാകിൻ ഇഖ്തലഫൂ, എങ്കിലും ജനങ്ങൾ എന്തായി? ഇഖ്തിലാഫായി. ഇഖ്തിലാഫായി എന്ന് പറയുമ്പോൾ വലൗ ഷാഅന്റെ അത് മുഖദ്ദമായിട്ട് മഖ്തതലയാണ് എൻ്റെ താലി. നമുക്ക് ഇഖ്തിലാഫ് വേണ്ട എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇഖ്തിലാഫ് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ താലി എന്താക്കി? ഇസ്ബാത്താക്കി. സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ ഇവിടെ പകലുണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പകലിന് വെളിച്ചം കാണാനില്ല എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചില്ല. അപ്പൊ വലാക്കിൻ ഇഖ്തലഫൂ എന്ന് പറഞ്ഞാൽ ഇഖ്തതലാന്റെ മാനൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഇഖ്തിലാഫ് ഉണ്ടാകുന്നത്. അപ്പൊ എന്തുണ്ട്? ഇവർ ഇഖ്തിലാഫ് ആക്കാൻ അല്ലാഹു വേണ്ടി വെച്ചിട്ടുണ്ട്. വളരെ മോശപ്പെട്ട ഇഖ്തിലാഫാണ് അതിലുണ്ടായത്. ഈസാ നബിയോട് നോക്ക്, അദ്ദേഹത്തിന് വെക്കാം. ഒരു കൂട്ടർ പറഞ്ഞേ അത് ഇലാഹാണ്, ഇലാഹിന്റെ മോനാണ്, മൂന്നും കൂടി ഇലാഹാണ്, ഇലാഹിന്റെ മൂന്നിലൊന്നാണ്. അത് ഉപ്പയില്ലാത്തവനാണ്. അപ്പൊ ഇഫ്രാത്ത് കൊണ്ടും തഫരീത്ത് കൊണ്ടും എന്താക്കി വളരെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലുണ്ട്, അള്ളാഹുവിന്റെ റസൂലാണ്, സാധാരണ മനുഷ്യനാണ്. ദോഷങ്ങളെ തൊട്ട് നമ്മൾ ഇന്നലെ ഓതിയില്ലേ, കുട്ടിയാകാലം മുതൽക്ക് തന്നെ എന്തായി? തഹർ അല്ലാഹു ഹിൽമഹു എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസം 100 കുറ്റം ചെയ്യും. അത് പങ്കുറ്റം ചെയ്യും. ഇതിനൊന്നൊരു ഇലാഹ അല്ലാന്ന് തിരിയാൻ. അപ്പൊ ഇലാഹ അല്ലാന്ന് തിരിയണമെങ്കിൽ പങ്കുറ്റം ചെയ്യണം. ഇലാഹുമായിട്ട് മാറിപ്പോകുന്നു. അപ്പൊ ഇലാഹും ബഷറും തമ്മിലുള്ള വ്യത്യാസം ഭക്ഷണം കഴിക്കൽ പോലെ. അപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ ഇഷ്ടറാക്ക് ഉണ്ടാകാം. ഉമ്മ 10 മാസം ചുമന്നിട്ട് പ്രസവിക്കലും ഉണ്ടാകാം, മുല കുടിക്കലും ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. ഇലാഹിന് എവിടെയാണ് ദോഷമില്ലായ്മ എന്ന് അന്നേരം ഇലാഹ ആണെന്നും ദോഷം ചെയ്തെങ്കിൽ ഇലാഹല്ലാന്നും തിരിഞ്ഞു നിന്ന്. ഇങ്ങനെ പഴയ ഭാഷന്മാർ ചെന്നാടി മുറിച്ചിൽ അടി കൊടുത്താൽ എന്താകണം? പല്ല് വെച്ച് കടപ്പു ഇജാത് ജുനൂനിന്. അതാ ആ ഇഖ്തിലാഫായ ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, അവർ വിശ്വസികളാണ്. ആ മുർസലീങ്ങൾ എന്തെല്ലാം ബയ്യിനാത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതുകൊണ്ട് വിശ്വസിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. അത് അവിശ്വസിച്ച കൂട്ടറും കൂട്ടത്തിലുണ്ട്. വിദാലിക
ഇങ്ങനത്തെ കുഫ്റൻ ലർഇബാഅലഹു അൻഹു, ഒരിക്കലും പിന്തിരിയാത്ത കുഫർ. എത്ര കണ്ടാൽ എന്തായാലും. അപ്പൊ എന്തായി? ഈമാനും കുഫർ തമ്മിലുള്ള ഫൈറ്റിംഗ് ആയി. മനസ്സിലാകുന്നുണ്ടമ്മ? അപ്പൊ ഇഖ്താൽ ഉണ്ടാവില്ല. ഇവരുടെ അഹ്വാല് തേടുന്ന കണക്കിനനുസരിച്ച് മൻ ആമനയും മൻകഫറയും തമ്മിൽ എപ്പോഴും ഫൈറ്റിംഗ് ആയിരിക്കുമല്ലോ. വലൗ ശാ അല്ലാഹു മഖ്തതലൂ, അത് മുമ്പ് പറഞ്ഞു തന്നെ പറയുന്നു. ഷാ അല്ലാഹുവിന്റെ മഫ്ഊലാണ്. അദ്മഖ്തിതാലിഹിം ബഅദ ഹാദിഹിൽ മർറത്തി അയ്ലൻ മഖ്തതലൂ, അവർ ഇഖ്താൽ ഉണ്ടാവൂല. അപ്പൊ എന്താകും? എല്ലാവരും വിശ്വസിക്കുന്ന ആളാകാം. വമാ നബള മിൻഹും മിർഖത്ത് തതാവുലി വത്തഖാതുലി ബിമാ അന്നൽ കുല്ല തഹത മലകൂതിഹി. കണ്ടാ, അവർ ഒരു കൂട്ടർ മറ്റവരെ എതിർക്കണം, തഖാതുലി, മറ്റേ കൂട്ടർ എന്താക്കണം? കീഴടക്കണം. അത് എന്തുകൊണ്ടാണ്? എല്ലാം അല്ലാഹുവിന്റെ മലക്കൂത്തിന്റെ കീഴിലാണ്. വലാകിന്ന അല്ലാഹ യഫ്അലു മാ യുരീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച കാര്യം പ്രവർത്തിക്കുന്നവനാണ്. നല്ല അധികാരമാണത്. യഫ്അലു മാ യുരീദു മിൻ ഗൈരി അൻ യൂജിബഹു അലാ മൂജിബിൻ അലൈഹി മൂജിബുൻ, അവന്റെ മേൽ നിർബന്ധിക്കുന്ന ഒരു കാര്യം വന്നതുകൊണ്ടല്ല. അതാണ് ഇറാദത്ത്. ഇറാദത്ത് കൊണ്ടെന്താക്കും? ഇഖ്തിയാർ ചെയ്യും. അല്ലാണ്ട് മറ്റൊരു സംഗതി അല്ലാഹുവിനെ അടിച്ചേൽപ്പിച്ചിട്ട് ചെയ്തേ പറ്റും. അപ്പം മുൽത്തറായില്ലേ? അത് മൂജബാകുന്നതിൽ ചെയ്യാതിരിക്കാൻ അത് യംനഉഹു മിന്നും മാനിയും ഫീലും തർക്കുലുണ്ടാകലേ. وفيه دليل بين على أن الحوادث تابعة لمشيئته تعالى. മുബറഖീദിലേക്ക് കടന്നത്. ഇതിൽ വ്യക്തമായ ദലീലുണ്ട്. ഹാദിസായ എന്ത് കാര്യങ്ങളും അള്ളാഹുവിന്റെ മശിയത്തിനോട് താബിയായിട്ടാണ് ഉണ്ടാവുന്നത് എന്ന്. അത് ഖൈറൻ കാന ഔ ശർറൻ, ഖൈറാവട്ടെ ശർറാവട്ടെ. അപ്പം അള്ളാഹുവിലേക്ക് അല്ലാണ്ട് വേറെ ഒന്നിലേക്ക് ക്ലോസറ്റിലേക്ക് ചേർക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇന്ന് സംഭവിച്ചിട്ട് അവിടെ ക്ലോസറ്റ് ഒന്നുണ്ടാകും. 8 മഹലിലെ ഖാദിസാണ് നഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അവൻ നഷ്ടപ്പെടുന്നതിന് കിട്ടുമ്പോണ്ടല്ലോ. നഷ്ടപ്പെടണമെങ്കിൽ ആദ്യം കിട്ടണ്ടയോ? അപ്പൊ നഷ്ടപ്പെടാനുള്ളതിന്റെ മുഖദ്ദിമയാണ് അവർ കിട്ടല്. അല്ല കിട്ടല് നഷ്ടപ്പെടാനുള്ള മുഖദ്ദിമായ സബബാണ് കിട്ടല്. കുഫ്റാൻ വഹാദാ, ഇത് നദീറുൻ അലൽ മുഅ്തസില, മുഅ്തസിലകൾക്ക് താക്കീതാണ്. قال الإمام الغزالي رضي الله عنه പറഞ്ഞു في شرح اسمي اللاذ والنافع, അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, ലാദ് നാഫിന്റെ 2 ഇസ്മിന്റെ ശറഹിൽ ഹുവ അല്ലദീ യസ്ദുറു മിൻഹു ഖൈറു വശർറു, ഖൈറും ശർറും നഫ്ഉം ദുർറും എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്. എന്തിലേക്ക്? ഫീനഫ്സിലേക്ക് നോക്കിയാൽ ഖൈറും ശർറൊന്നും പറയൂല, അത് ഉപയോഗിക്കുന്ന ആളിലേക്ക് നോക്കിയിട്ടാണ്. വകുല്ലു ദാലിക മൻസൂബുൻ ഇലല്ലാഹി തആല, അത് മുഴുവനും അള്ളാഹുവിലേക്ക് മൻസൂബുമാണ്. ഇമ്മാ ബിവാസിതത്തിൽ മലായികത്തി വൽ ഇൻസി വൽ ജമാദാത്ത്, ചിലപ്പോൾ അതിൻ്റെ വാസിത മലക്കാവാം, ഇൻസുകളാവാം, ജമാദാത്താകാം. കേട്ടാ? ഔ ബിഗൈരി വാസിതത്തിന് വാസിത തീരെ ഉണ്ടാകൂല. അതുകൊണ്ട് ഫലാ തളുന്ന അന്ന സുമ്മ യഖ്തുലു വയളുറു ബിനഫ്സിഹി, വിഷം എന്നുള്ളത് മനുഷ്യനെ കൊല്ലുന്നു, ലററുണ്ടാക്കുന്നു, അതിൻ്റെ നഫ്സ് കൊണ്ട്. യഖ്തുലു വയളുറു ബിനഫ്സിഹി, സ്വന്തം നഫ്സ് കൊണ്ട്. വഅന്ന തആമ യുശ്ബിഉ വയൻഫഉ ബിനഫ്സിഹി, ഭക്ഷണം അവൻ്റെ വിശപ്പ് മാറ്റും, അവൻ്റെ തടിക്ക് പോഷണം നൽകും, രോഗ പ്രതിരോധ ശക്തി ഉണ്ടാക്കും. ബിനഫ്സിഹി എന്ന് വിചാരിച്ചുകൊണ്ടാണ്. വഅന്നൽ ഇൻസാന അവിശ്ശൈത്വാന ഔ ശൈഅൻ മിനൽ മഖ്ലൂഖാത്തി മിൻ ഫലക്കിൽ കവാകിബ വഗൈരിഹാ, ഇൻസാനാവട്ടെ ശൈത്താനാവട്ടെ മഖ്ലൂഖാത്തിൽപ്പെട്ട എന്തെങ്കിലും ആവട്ടെ, എന്ന് കവാകിബിനാലും മറ്റും, യഖ്ദിറു അലാ ഖൈറിൻ ഔ ശർറിൻ ബിനഫ്സിഹി. അതിലെ പണ്ടേ പറഞ്ഞേ, എന്ത് കിട്ടുന്നുണ്ടെങ്കിലും അള്ളാഹ് കൊടുത്തത് കൊണ്ട് എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് നറായി തോന്നുന്നത് നഫ്ആക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചാൽ ലാഹിറ നഫ്ആണെങ്കിലും ചിലപ്പോൾ നറുണ്ടാകും, തിരിച്ചുമാകാം.
ബൽ കുല്ലു ദാലിക അസ്ബാബ് മുസഖറത്തുൻ, അള്ളാഹുവിൻ്റെ തഖ്ദീറിൻ്റെ കീഴിൽ തസ്ഖീറാക്കപ്പെട്ട അസ്ബാബുകൾ മാത്രമാണ്. ലാ യസ്റുറു മിൻഹാ ഇല്ലാ മാ സുഖിറത് ലഹു, എന്തിന് വേണ്ടിയാണോ അതിനെ തസ്ഖീറാക്കിയത് അതെല്ലാം ഉണ്ടാവില്ല. വജുംലത്തു ദാലിക ബിൽ ഇളാഫത്തി ഇലൽ ഖുദ്റത്തിൽ അസലിയ്യ, അസലിയായ ഖുദ്റയിലേക്ക് ചേർത്താൽ ഇതിനെല്ലാം ഒരു ഉദാഹരണം പറയുന്നത് കാൽ കലം ബിൽ ഇളാഫത്തിൽ കാത്തിബ്, കാത്തിബിൻ്റെ കയ്യിലുള്ള പേന പോലെയാണ്. പേനെന്തല്ലോ എഴുതിയിട്ടുണ്ടാവും. കാത്തിബിന് ആരൊക്കെയുള്ള ഇന്തിസാബ് പേന കൊള്ളയാ അഡ്ഹയിൽ പറഞ്ഞില്ലേ, എന്താണ് ലിമ തഷക്കുനി എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്. ചുമര് പുളിയോട് ചോദിച്ച് ലിമ തഷക്കുനി, നീ എന്താന്നെ കീറിപ്പൊളിക്കുന്നു മുറിയുണ്ടാക്കുന്നത്. അപ്പോൾ ഉളിയെന്തോട് പറഞ്ഞ് സൽമാൻ യദുക്കുന്, എൻ്റെ പിന്നിൽ മുട്ടുന്നൊരു കയ്യും ഒരു മുട്ടിയലുണ്ട് ഒന്നോട് ചോദിക്കും. അപ്പം അക്കാലത്തുള്ള പഠിച്ചതായി നിങ്ങൾ കീറി ചുമരെങ്ങനെ ചോദിക്കല്? അത് ഈ ഉദാഹരണം പറഞ്ഞാൽ ചുമരെങ്ങനെ ചോദിക്കുന്നത് ഇങ്ങ് ചോദിക്കലിൻ്റെ ഭ്രാന്തല്ലേ. ഒരു കാര്യം വെളിവാക്കി തരാൻ വേണ്ടി മുപ്പർ പറഞ്ഞാൽ അതെങ്ങനെ ചോദിക്കല്? ലിമ തഷക്കുനി, ചുമരെ എങ്ങനെ പറഞ്ഞു, എന്താണ് എൻ്റെ ഭാഷ? എന്നിട്ട് ഗസാലി ഇമാമിനുള്ള കുത്താൻ തുടങ്ങി. എന്നെ മുപ്പർ ഇല്ല ഉണ്ടാക്കേണ്ടി വന്നത്. എനിക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല, ഭാഷ തന്നെ ഉണ്ട്. ഇതാണ് ലിമ തഷക്കുനി സൽമാൻ യദുക്കുനി എന്ന് പറഞ്ഞ ചർച്ച. അപ്പൊ കാത്തിബിനെ കൊള്ള ചേർത്തിട്ട് കലമിന്റെ ഉദാഹരണം പോലെയാണ്. ഫകമ അന്ന സുൽത്താന ഇദാ വഖഅ ഉഖൂബത്തൻ, ഒരു സുൽത്താന് ഒരാൾക്ക് ശിക്ഷിക്കാൻ വേണ്ടി ഒപ്പിട്ടെടുത്തു. ലം യകുൻ ദാലിക ദററു മിനൽ കലമി, അപ്പോൾ ഒപ്പിട്ട പേനയാണോ ഉത്തരവാദി? അവിടെ എനിക്ക് ദറർ വന്നില്ലേ, ആ പേനയാണോ ഉത്തരവാദി? ബൽ മിനല്ലദിൽ കലമു മുസഖറുൻ ലഹു, ഈ കലം ആരെ കയ്യിൽ പിടിച്ചുകൊണ്ടാണോ തസ്ഖീറാക്കപ്പെട്ടത് അവനാണ് രാജാവ് കൊല്ലാൻ പിടിക്കുന്നത്, പേനയല്ല. ഫകദാലിക സായിറുൽ വസായത്തി വൽ അസ്ബാബ്, ഹയ്യലും പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ വസായത്തും അസ്ബാബ് ഈ കൂട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കിക്കോന്ന് അടുത്ത് അവിടെ വെക്കാം. അത് നമുക്ക് ഇതാക്കി ഹയ്യൽ